പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ പ്രധാനമായിട്ടും ചിന്തിച്ചത് എങ്ങനെയാണ് നമ്മളെ ദൈവം നീതീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? നമ്മൾ ഇന്നലെ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ കണ്ടത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന ക്രിസ്തുവിനെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടപ്പെടുവാനുള്ളത് തന്നെ. നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പിതാവ് മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പിതാവ് മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം, നമുക്ക് വേണ്ടി കർത്താവ് അനുഷ്ഠിച്ച യാഗം പിതാവ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. കാരണം കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. നമുക്കറിയാം, കർത്താവാണ് നമുക്ക് വേണ്ടി യാഗം കഴിച്ചത്. തന്നെത്താൻ കർത്താവിന് എഴുന്നേറ്റ് പോകാനുള്ള അധികാരമുണ്ടായിരുന്നു. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവനെ വയ്ക്കുവാനും തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ മന്ദിരം പൊളിച്ചാൽ ഞാനതിനെ പണിയുമെന്നെല്ലാം കർത്താവ് തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും നമ്മളെ പ്രതിയുള്ള യാഗമായതിനാൽ, അത് പിതാവിൻ്റെ മുമ്പിൽ അർപ്പിച്ചതായതിനാൽ, പിതാവിനോട് തന്നെ യാചിച്ച് കരഞ്ഞ് നമുക്ക് വേണ്ടിയുള്ള ആ അഭയാചന, മഹാപുരോഹിതൻ്റെ അഭയാചനയിലൂടെ കർത്താവ് തന്നെ നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിക്കാൻ വേണ്ടി നിലവിളിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു എനിക്കായി മരിച്ചെന്നും അവൻ എനിക്കായി പുനരുത്ഥാനം ചെയ്തു എന്നുള്ള, പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ആ യാഗം പിതാവ് സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസം എനിക്ക് നീതിയായി മാറുന്നത്. അതെങ്ങനെയാണ് നീതിയായി മാറുന്നത് എന്നുള്ളത് ഇപ്പോഴും പല വിശ്വാസികൾക്കും ഒരു മിസ്റ്ററിയാണ്. അത് വളരെ നമ്മുടെ ആത്മാവ് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹൗ ഡസ് ക്രൈസ്റ്റ് ബിക്കം അവർ റൈച്ചസ്നെസ്? ഹൗ ആർ വി കൗണ്ടഡ് ആസ് റൈച്ചസ്? എന്താണ് ദൈവത്തിൻ്റെ പ്രൊസീജിയർ? ദൈവം എന്താണ് ചെയ്തത്? അതിന് ഒരു 5-ാം അധ്യായത്തിലേക്ക്, റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. എല്ലാ വാക്യങ്ങളും പ്രധാനമാണ്. 5:19 ഇങ്ങനെ പറയുന്നു: ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി മാറിയതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. For by one man's disobedience many were made sinners, so by the obedience of one shall many be made righteous. ഒറ്റയാളുടെ അനുസരണക്കേട് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. അപ്പം പൗലോസിൻ്റെ തോട്ട് പ്രോസസ്സിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വളരെ ലളിതമാണ്, സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. ഒരൊറ്റ മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ നമ്മളെല്ലാം പാപികളായി മാറി. കാരണം നമ്മളെല്ലാവരും ആദാമിലുണ്ടായിരുന്നു when Adam sinned. അതുകൊണ്ട് ആദാം ചെയ്ത പാപം, ആ പഴത്തിൻ്റെ വിറ്റാമിൻ ഓരോ തലമുറയിലും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നമ്മൾ ജനിക്കുമ്പോഴേ പാപികളായി ജനിച്ചു. സോ we were all counted as sinners because we were Adamic children. We had that Adam's inheritance. എന്നാൽ ഇവിടെ പറയുന്നു, ഒരാളുടെ അനുസരണം. അത് എബ്രായ ലേഖനത്തിലും പറയുന്നത് അങ്ങനെയാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഹിസ് ഒബീഡിയൻസ് ആൻഡ് ഹി പെർഫെക്റ്റിംഗ് ദ ലോ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ പൂർത്തിയാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അനുസരണം നമുക്ക് അത് അനുസരണമായി കണക്കിടപ്പെടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കാരണം, ആദമിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുൻപ് തന്നെ, ആകാശവും ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ദൈവം സൃഷ്ടി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മെ ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ് വി വെർ എലക്റ്റഡ്, നമ്മളെ തെരഞ്ഞെടുത്തിരുന്നുള്ളതുകൊണ്ടാണ്. സോ വി വെർ ഇൻ ആഡം, പക്ഷെ അതിനൊക്കെ മുമ്പ് എറ്റേണലി വി വെർ ഓൾസോ ഇൻ ക്രൈസ്റ്റ്. ആദമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ആദമിൻ്റെ അവകാശികളാകുന്നത് പോലെ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ അവകാശികളുമായി മാറുന്നു.
അതാണ് ഒരൊറ്റ മനുഷ്യൻ അനുസരിക്കുമ്പോൾ when Christ obeys it becomes my obedience because I was chosen in him. നമ്മൾ ജനിച്ചിട്ടില്ല, പക്ഷെ കർത്താവിൻ്റെ ഹൃദയത്തിൽ when Christ was obeying and he died on my behalf, കർത്താവ് അത് എന്നെ അതിലൂടെ കണ്ടു എന്നുള്ളതാണ്. He saw me through Christ, in Christ, because he elected me in him. അതിൻ്റെ താഴെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വാക്യമുണ്ട്, 20-ാം വാക്യം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകുന്നിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഓക്കെ, ഈ ഒരു വാക്യം പല ആൾക്കാരും മിസ്യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം. പല ആൾക്കാരും പറഞ്ഞു കുറേ ഈ ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് വന്നിട്ട് അവർ പറഞ്ഞത് നിങ്ങൾ പാപം ചെയ്യുന്തോറും കൃപ വർദ്ധിക്കുമെന്നാണ്. അതായത് കൂടുതൽ പാപം ചെയ്തവർക്ക്. പക്ഷെ അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം എങ്ങനെ പെരുകുന്നത്? അവിടെ ചെയ്തല്ല പാപം പെരുകുന്നത്. ന്യായപ്രമാണം ഇടയിൽ കയറി വന്നതുകൊണ്ടാണ് നമ്മുടെ പാപം പെരുകിയത്. ഈ ന്യായപ്രമാണം ഇടയിൽ കയറി വരുന്നവരെ നമുക്ക് ഒരു പാപവും ഇല്ലായിരുന്നു. ഇപ്പം ഈ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് കയറി നടന്നാൽ അവർക്കൊരു പാപമില്ല, അവർക്കൊരു ബോധവുമില്ല. അവരെന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് വർത്താനം പറഞ്ഞ് 2 പിള്ളേർ ഇതേ പുറകിൽ കൂടെ നടക്കുന്നു. അവർക്കതൊരു പ്രശ്നമല്ല, കാരണം അവരുടെ പാപം കണക്കിടപ്പെടുന്നില്ല. സിൻ എന്ന് പറഞ്ഞാൽ 0. മഹാപാപികളാണ്, അത് വേറെ കാര്യം. പക്ഷെ പാപം കണക്കിടപ്പെടുന്നില്ല, കാരണം നിയമം അവരുടെ മേൽ അപ്ലൈ ചെയ്യുന്നില്ല. എന്നാൽ അതേ സമയത്ത് അവർ ചെയ്യുന്ന പണി ഞാൻ ചെയ്താൽ അത് കണക്കിടപ്പെടും. അപ്പോൾ എൻ്റെ ലംഘനം പെരുകും. ലംഘനം എങ്ങനെയാണ് പെരുകുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് ലംഘനം പെരുകുന്നതിന് വേണ്ടി അവരൊത്തിരി പാപം ചെയ്തു എന്നല്ല, ന്യായപ്രമാണം ഇടയിൽ കയറി വന്നു. ആ പ്രമാണം വെച്ച് നോക്കിയപ്പോഴാണ് ലംഘനം വല്ലാതെ പെരുകിയിരിക്കുന്ന കണ്ടത്, അല്ല അവർ ചെയ്തു പെരുകിയതല്ല. അപ്പം ന്യായപ്രമാണം ലംഘനത്തെ പെരുക്കി കളഞ്ഞപ്പോഴാണ് കൃപ വരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ബേസിക് യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ ബോധമേ വരുന്നുള്ളൂ, അതല്ല അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി ന്യായപ്രമാണത്തിലില്ല. സോ വൈ ഈസ് ദ ലോ ഗിവൺ? ലോ ഈസ് ഗിവൺ ടു മേക്ക് us കോൺഷ്യസ് അബൌട്ട് അവർ സിൻസ്. നമുക്ക് പാപബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ദൈവം ന്യായപ്രമാണം വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ നീതിയായി മാറിയത് ഒരാളുടെ ഒബീഡിയൻസ് ആണ്. ഇതെങ്ങനെയാണ് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹൗ ഡസ് that righteousness bear fruit in us and how is it converted into obedience? 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ ഈ ഇൻ എന്നുള്ളതിന്റെ ഒരു എക്സ്പ്രഷൻ, ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം നമുക്ക് കാണാം. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, സാൽവേഷനകത്ത് മനുഷ്യന്റെ പ്രശംസ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. God will not allow anyone to glory in the salvation because it wholly belongs to the Lord. അവിടെ ഒരു മനുഷ്യനെ പുകഴ്ച അനുവദിക്കില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷയുടെ പ്രധാന ഘടകങ്ങളായ ദൈവിക പരിജ്ഞാനവും നീതീകരണവും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും എല്ലാം നമുക്ക് തന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അടുത്ത വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഇലക്ഷൻ അല്ലെ. അപ്പൊ ദൈവം എന്ത് ചെയ്തു? നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. വി ആർ ഇൻ ഹിം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹി ഈസ് ദ നോളജ് ഓഫ് ഗോഡ്, ഹി ഈസ് അവർ ജസ്റ്റിഫിക്കേഷൻ, ഹി ഈസ് അവർ റൈച്ചസ്നെസ്, ഹി ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഹി ഈസ് അവർ റിഡംഷൻ. ക്രിസ്തു എന്ന വ്യക്തിയാണ് എല്ലാം. അതെന്തിനങ്ങനെ ചെയ്തേക്കുന്നേ? ഇവിടെ ഇരിക്കുന്ന ആരും എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയാതിരിക്കാൻ വേണ്ടി, അല്ലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്ഷപ്പെട്ടു എന്ന് അവസാനം സ്വർഗത്തിൽ ചെന്ന് ആരും വീമ്പടിക്കുന്ന ഒരാളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഞാൻ 10 പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടി, ഒരു പ്രശംസയും അനുവദിക്കാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ എല്ലാ ഘടകങ്ങളെയും ക്രിസ്തുവിൽ വെച്ചു, അവനിൽ നമ്മളെ തിരഞ്ഞെടുത്തു. സോ ഹി ബിക്കെയിം അവർ സാൽവേഷൻ. അപ്പൊ ക്രിസ്തു ഇതെല്ലാം ചെയ്തു, ക്രിസ്തു അനുസരിച്ചു, ക്രിസ്തു നീതി ചെയ്തു. അതൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ അറിയാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചു നോക്കി. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടി കർത്താവ് എന്താ ചെയ്തത്?
ഹി സാങ്ക്ടിഫൈഡ് ഹിംസെൽഫ്. എല്ലാ പ്രവൃത്തിയും അധ്വാനവും ക്രിസ്തുവിൻ്റെ ആയിരുന്നു. എവറിത്തിങ്. അപ്പൊ നമ്മളെ വിശദീകരിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ഒരു വടിയെടുത്ത് മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് പറയുകയല്ല ചെയ്തത്. ഹി സാങ്ക്ടിഫൈഡ് ഹിംസെൽഫ് ആൻഡ് വി വെർ എലക്റ്റഡ് ഇൻ ഹിം. അപ്പൊ കർത്താവ് സാങ്ക്ടിഫൈഡ് ആകുമ്പോൾ ആ സാങ്ക്ടിഫിക്കേഷൻ നമ്മളിലേക്ക് തരാൻ വേണ്ടി, നമ്മളിലേക്ക് അത് പകരാൻ വേണ്ടി കർത്താവ് തന്നെത്താൻ. അപ്പൊ നമ്മൾ പ്രാപിക്കുന്ന വിശുദ്ധി ആരുടെ വിശുദ്ധിയാണ്? നമ്മൾ പ്രാപിക്കുന്ന വിശുദ്ധി ആരുടെ വിശുദ്ധിയാണ്? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല, അത് ക്രിസ്തു അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്. സോ ഓൾ ഗ്ലോറി ഷാൽ ബിലോങ് ടു ദ ലോർഡ്. കൃത്യമല്ലേ ഇത് ബൈബിളില്? അല്ലേ? നമ്മൾ ഈ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയുന്നത് ദൈവം എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് രക്ഷ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു സ്വാഭിമാനിയും ഉണ്ടാകാതെ എല്ലാ മുട്ടും കുഞ്ഞാടിന് മുൻപിൽ വണങ്ങുന്ന രീതിയിൽ, മടങ്ങുന്ന രീതിയിലാണ് രക്ഷ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷയുടെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വി സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് സാൽവേഷൻ വാസ്. നമ്മുടെ രക്ഷയെ ഓർത്ത് നമ്മൾ അമ്പരന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഭയങ്കര വീരനായിരുന്നുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ദൂതന്മാരെല്ലാം എഴുന്നേറ്റ് നിന്ന്, ഓ ദാ ചെയ്സ് വന്നിരിക്കുന്നു, നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ്. ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ദേ നോ വാട്ട് സോർട്ട് ഓഫ് എ പേഴ്സൺ ഐ വാസ്. എങ്ങനെയുള്ള ഒരുത്തനെയാണ് കുഞ്ഞാട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഷേപ്പിലാക്കി എടുത്തതെന്ന് ദൂതന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ അവർ ഒരു അക്ഷരത്തിൽ പോലും പുകഴ്ത്താൻ പോകുന്നില്ല. കാരണം സകല ഗ്ലോറിയും കുഞ്ഞാടിൻ്റെതാണ് എന്ന് വരത്തക്ക രീതിയിലാണ് നമ്മുടെ രക്ഷ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റിഫൈഡ് ആണെന്ന് പറയുമ്പോഴേക്കും, നമ്മൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഒത്തിരി സ്പിരിച്വൽ ധനമുണ്ട്, ആത്മീക ധനമുണ്ട്. ആ ധനം എന്ന് പറയുന്നതാണ് നമ്മുടെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, റിഡംഷൻ, എല്ലാം. എവ്രിതിങ് ഈസ് എ റിസൾട്ട് ഓഫ് ദ ഹാർഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഫോർ അവർ സേക്ക്. അപ്പൊ പിന്നെ പിന്നെ അപ്പൊ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഓ, കർത്താവ് എല്ലാം ചെയ്തു, അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കർത്താവ് എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് നടന്നാൽ മതി അല്ലേ? നമുക്ക് വചനമൊക്കെ വായിച്ച് ഇങ്ങനെ. അങ്ങനെയല്ല. ഈ കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ഈ നീതീകരണം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളിൽ അത് കാണാൻ വേണ്ടിയാണ്. വിശുദ്ധീകരണം നമ്മളിൽ വെളിപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ എല്ലാ നന്മകളും നമ്മളിൽ വരണം. അതിനുള്ള വഴി എന്താണ്? അതിനുള്ള മീൻസ്, മാർഗം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അതിവിശുദ്ധ വിശ്വാസമാണ്. ടു എക്സ്പീരിയൻസ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. അതെങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൺ us എ മീൻസ് ടു എൻജോയ് ദാറ്റ് സാൽവേഷൻ, ദ ബെനിഫിറ്റ്സ് ഓഫ് സാൽവേഷൻ. അതിനെയാണ് നമ്മൾ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം? ഞങ്ങൾ മിഷണറിമാരായിരിക്കുന്ന കാലത്ത് ആൾക്കാർ ഞങ്ങളോട് ചോദിക്കാറ്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പം ഞങ്ങൾ പറയും, ഞങ്ങൾ വിശ്വാസത്താലാ ബ്രദറെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾക്ക് വേണ്ട കാശ് തരുന്നതൊക്കെ ദൈവമാണ് അല്ലേ? പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ കാശ് മേടിക്കുന്നത്. ആരോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാറില്ല. ദൈവം തക്ക സമയത്ത് ഞങ്ങളെ നടത്തും. അപ്പോൾ അതിനെയാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ എങ്ങനെയല്ലേ കേട്ടേക്കുന്നത്? അല്ലെങ്കിൽ രോഗം വരുമ്പോൾ ഞങ്ങൾ ആശുപത്രി പോകത്തില്ല, ഞങ്ങൾ വിശ്വാസ ജീവിതമാണ്. പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ കോവിഡ് മാറ്റണേ, എൻ്റെ പനി മാറ്റണേ, കർത്താവ് മാറ്റിത്തരും. അപ്പം അങ്ങനെയാണ് വിശ്വാസ ജീവിതം. ഇതിനെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ വിശ്വാസം എന്ന ചൂണ്ടയിട്ട് ഞാൻ പിടിച്ചെടുക്കുന്ന എന്തിനേക്കാണ്? ജീവിക്കാനുള്ള പണം, ആരോഗ്യം. അപ്പം ഇതെല്ലാം ഉപജീവനവുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് അല്ലേ? ആണോ? അപ്പം വിശ്വാസ ജീവിതം നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത്, ചില ആൾക്കാർ ആരോടും പൈസ ചോദിക്കില്ല എന്ന് വാശി പിടിക്കും. വിശ്വാസം കാരണം എന്നാണ് പറയുന്നത്. നാണക്കേട് കാരണമാണ് സത്യത്തിൽ. മിക്കവാറും ഈ ദുരഭിമാനികളാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ എല്ലായിടത്തും ചോദിച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അവർ ദുരഭിമാനം പോയിട്ട് അഭിമാനം പോയിട്ട് ഒന്നും ഇല്ലാത്തവരും ആയിരിക്കാം. പക്ഷെ ശരിക്കുള്ള വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം കാശ് തരുമെന്നുള്ളതല്ല, ദൈവം ആരോഗ്യം തരുന്നുള്ളതല്ല, അതൊന്നും അല്ല വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം കർത്താവിനെ എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഹി ഹാസ് ഗിവൺ ഹിസ് സൺ ടു അസ്. അതാണ് ഫെയ്ത്ത്. നിങ്ങൾക്ക് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, അതാ പൗലോസ് പറയുന്നത്, ദ പർപ്പസ് ഓഫ് ഫെയ്ത്ത് ഈസ് ടു ഗെയിൻ ക്രൈസ്റ്റ് എവറി മോമെന്റ്. എല്ലാ മോമെന്റിലും യേശുവിനെ അനുഭവിക്കാനാണ് നമുക്ക് വിശ്വാസം തന്നിരിക്കുന്നത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ആ നാരോ ഗേറ്റിലൂടെ, ഇടുക്ക് വഴിയിലൂടെയുള്ള യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്ന ആ ജീവിതത്തെയാണ് നമ്മൾ ഈ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ആ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫെയ്ത്ത് ഈസ് ആൻഡ് വാട്ട് ഫെയ്ത്ത് ലൈഫ് ഈസ്.
ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ ചിന്തിച്ച ഒരു കാര്യവുമാണ്. പൗലോസും ഞാനും കൂടെ കർത്താവിൻ്റെ പ്രതിഫലങ്ങൾ വിഭജിക്കുന്ന ആ സിംഹാസനത്തിന് മുൻപിൽ പോയി നിൽക്കാമെന്ന് വിചാരിക്കാം. പൗലോസിനോട് കർത്താവ് ചോദിക്കും, പൗലോസേ നീ വിശ്വാസിയാണോ? അപ്പോൾ പൗലോസ് പറയും, അതെ. നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എന്താണെന്നറിയോ, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇപ്പോൾ പൗലോസിനോട് പറയും, ഓക്കെ, നീതിയുടെ കിരീടം നീ കൊണ്ടുപോയിക്കോ. അടുത്തത് ചെയ്സ്, നീ ഇങ്ങ് വന്നേ. യെസ്, നീ വിശ്വാസിയാണോടാ? ഞാൻ പറഞ്ഞു അതെ. എന്താ വിശ്വസിച്ചത്? ഓരോ ദിവസവും, നോട്ട് ദ വൈബ്രേഷൻ, നീ എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ നടത്തിയല്ലോ ഇത്രത്തോളം. അതെ, ഇത്രത്തോളം നടത്തിയ ദൈവം. പിന്നെ എനിക്ക് ഒരു കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ഒരു ഭാര്യയെ നീ എനിക്ക് തന്നു, പിള്ളേരെ തന്നു, ജോലിയില്ലാതെ ഞാൻ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പം നീയാണ് എനിക്ക് ഓസ്ട്രേലിയയിൽ ജോലി തന്നത്. അപ്പം എത്രയായി? വിശ്വാസത്താല കേട്ടോ, എല്ലാം വിശ്വാസത്താൽ. പിന്നെ മക്കൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് ജോലി, കല്യാണം, ഇതെല്ലാം വിശ്വാസത്താലാണ് നടന്നത്. വിശ്വാസത്താൽ ഇത്രത്തോളം അല്ലേ. അവസാനം വീടില്ലായിരുന്നു. കർത്താവേ എനിക്കൊരു ഭവനം, വീടെന്ന് പറഞ്ഞാൽ ആത്മീയത ഒരിത്തിരി കുറവാണ്, അതുകൊണ്ട് ഭവനമെന്ന് തന്നെ പറയണം. കർത്താവേ എനിക്കൊരു ഭവനം നീ തരുമെന്ന് ഞാൻ വിശ്വസിച്ചു, എനിക്കതും തന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ ഓക്കെ ശരി. അല്ല, നീതിയുടെ കിരീടം? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ചോദിച്ചതല്ല ഞാൻ നിനക്ക് തന്നല്ലോ. നീയല്ലേ പറഞ്ഞ ചെറിയ വണ്ടിയിൽ ഇരുന്നിട്ട് നടുവേദനയാണെന്നും പറഞ്ഞ് വലിയ വണ്ടി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ചോദിച്ചിട്ട് ഞാൻ അതും നിനക്ക് തന്നായിരുന്നല്ലോ. അതൊക്കെ നീ തന്നായിരുന്നു. അതിടിച്ചാണല്ലോ നീ ഇവിടെ വന്നത്. വണ്ടി അവിടെ കിടന്നു, നീ ഇങ്ങ് പോന്നു. ഈ വിശ്വസിച്ച് നേടിയ ഒരു സാധനവും അങ്ങോട്ട് കൊണ്ടുപോകാൻ കൊള്ളാവുന്നതല്ലായിരുന്നു. എല്ലാം ഇവിടെ കിടന്നു. മിനിസ്ട്രി, വിശ്വസിച്ച് നേടിയ മിനിസ്ട്രിയാ. ഈ മിനിസ്ട്രി എന്ന് പറയുന്ന സാധനം നമ്മൾ മരിക്കുന്ന നിമിഷം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ മിനിസ്ട്രി ഒന്നുമില്ല. വി ഡോണ്ട് ഹാവ് ടു ഗ്ലോറി ഇൻ ദ മിനിസ്ട്രി. നമുക്ക് ഒരു നിമിഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഈ മിനിസ്ട്രിയൊക്കെ. ഇതെല്ലാം ഈ ലോകത്തിൽ നമ്മളെ ജയിപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. If our devotion is not towards Christ, we are not living faith life. അപ്പൊ എന്താണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഇറ്റ്? നമുക്കറിയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്താണ് ആശിക്കുന്നത്? ഈ ആശ എന്നത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ പാടുമ്പോഴെല്ലാം നമുക്ക് ആശ ഇങ്ങനെ ഉണ്ടാകും കുറച്ച് നേരത്തേക്ക്, പിന്നെ അതങ്ങ് പോകും. പ്രത്യാശ എന്ന വാക്ക്, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. ഈ നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ വിശ്വാസം എന്താണ്? ഒത്തിരി ആൾക്കാരും മോഹിക്കുന്നതിൻ്റെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. കുറേ മോഹങ്ങൾ, ഈ പാസ്റ്റർമാർ നമുക്ക് തരുന്ന മോഹങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നത്? ബോത്ത് നോ ഹാൻഡ്സ് ആൻഡ് മാത്തമാറ്റിക്സ്. കയ്യും കണക്കും ഇല്ലാത്ത മോഹങ്ങളാണ്. ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോയി. ഞാൻ എങ്ങോട്ട്? 200 പേരോട് സംസാരിക്കുന്നത് നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് മാറാൻ പോകും. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പ്രൊമോഷൻ വേണ്ട. ഒരു ശമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി നടക്കാൻ പറ്റുന്ന കർത്താവിൻ്റെ ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ മരുഭൂമിയിലുള്ള ഒരു ഷണ്ണിന് വേണ്ടി ഒരു ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റിനെ പറഞ്ഞു വിടുന്ന ആ ഒരു മൈൻഡിലേക്കുള്ളൊരു പ്രൊമോഷന് വല്ല സാധ്യതയുണ്ടോ പാസ്റ്റർ എന്ന് ചോദിച്ചു. കാരണം പുള്ളി പറഞ്ഞു വരുന്നത് വേറൊരു ലോകത്തെക്കുറിച്ചാണ്, വേറൊരു മോഹത്തെക്കുറിച്ചാണ്, ഒരു മിനിസ്ട്രിയിൽ ഉണ്ടാകുന്ന മോഹം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറയുന്ന ഏത് ആത്മാവിലാന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. പുള്ളി എന്നോട് പറഞ്ഞു. പുള്ളി പ്രവചനം നിർത്തി, ഇപ്പം ജോലി ചെയ്ത് ജീവിക്കുക. എത്ര പേരെ വഴിതെറ്റിച്ച് വിടേണ്ടതെന്നറിയോ? മോഹിക്കുന്നതിൻ്റെ ഉറപ്പ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന പറയുന്നത്. ഈ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മിക്കവാറും നമ്മുടെ ജഡസംബന്ധമായ കാര്യങ്ങളാണ്, ലോകത്തെ സംബന്ധിക്കുന്നതാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വർഷങ്ങൾ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കഷ്ടപ്പെടുന്നു, അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കാശുമായിട്ട് പോകുന്നു. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിസെപ്ഷൻ. മോഹങ്ങൾ ഉണ്ടാകുമാറ് പ്രസംഗം. ഒരു പ്രസംഗം കേട്ട് ഇറങ്ങുമ്പോഴേക്കും സ്വർഗത്തിൽ പോകണമെന്നല്ല, ഇവിടെ പച്ച പിടിക്കണം എന്നുള്ള മോഹം. പ്രാർത്ഥിച്ചിട്ട് പച്ച പിടിക്കാത്തതിൻ്റെ നിരാശ. ഇനി ഞങ്ങളുടെ വല്ലതും കുഴപ്പമാണോ, വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ടാണോ?
എത്ര പേര് നിരാശയിലാണെന്നറിയോ? അപ്പുറത്തെ ചേട്ടൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്തു, ഇപ്പുറത്തെ ചേട്ടൻ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇവിടുത്തെ കുഴപ്പമെന്നാ. അപ്പൊ വിശ്വാസി പോലും ആണോ എന്ന് ധൈര്യമില്ലാതെ ആളുകൾ ജീവിക്കുന്നത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ സഭയിലൊരു ആൻറ്റിക്ക് ക്യാൻസർ രോഗം വന്നു. അപ്പം ഈ ക്യാൻസർ രോഗം വന്നപ്പം ഈ ആൻറ്റി പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട, കർത്താവ് വരുമ്പോൾ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ജീവൻ ഇവിടെ വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഈ 2017 മറ്റോ സംഭവിക്കുന്ന കാര്യം. ഇപ്പോഴും ആൾ ജീവനോടുണ്ട്. ഡോക്ടർ 3 മാസം കണ്ട പറഞ്ഞു. അവർ നേരത്തെ കിടപ്പായിരുന്നു, ഇപ്പം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതുപോലെ വേറൊരു ആൾക്ക് ഇതേ സമയത്ത് ക്യാൻസർ വന്നു. പ്രവാചകൻ്റെ ഭാര്യയായിരുന്നു. പ്രവാചകൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന ഭയങ്കര ക്ഷീണമാണ്. കാരണം നാട്ടിലുള്ള ആൾക്കാരോടെല്ലാം പ്രവചിച്ച് നിനക്ക് സൗഖ്യം കൽപ്പിച്ചിട്ട് വീട്ടിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അവിടെ ആ സ്പിരിച്വൽ പവർ കുറഞ്ഞു പോയെന്നാ. പുള്ളി പറഞ്ഞു, നിന്റെ വിശ്വാസത്തിൻ്റെ കുഴപ്പമാണ്, നീ വിശ്വസിച്ചാൽ ഇത് മാറും. ഇവർ വിശ്വസിച്ച് നോക്കി, പല പണികളും നോക്കിയിട്ട് മാറുന്നില്ല. അവരവസാനം ഞാൻ അവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് വിശ്വാസം എന്താണെന്നറിയാതെ സ്വയം ശപിച്ചുകൊണ്ട് മരിച്ചു. തെറ്റായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമ്മൾ പ്രത്യാശയില്ലാത്തവരായി മാറുക ചെയ്യുന്നത്. They are robbing us of our faith and hope. അവർ നിരാശയിൽ, എത്ര പേര് നിരാശയിലാണെന്നറിയാമോ? Because they think God is not on their side when things don't look good. They feel that God has abandoned them. These prosperity preachers have unleashed this demon among the people of God. അപ്പൊ വിശ്വാസം വഴിതെറ്റിപ്പോയി അത് മോഹങ്ങളായി മാറിയത് കൊണ്ട്, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയില്ലാത്തത് കൊണ്ട്, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും ദൈവം എൻ്റെ കൂടെ ഇല്ല, എന്നെ ദൈവം കൈവിട്ടു, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഓൾറെഡി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന അപ്പനെ നോക്കിയിട്ടാ പറയുന്നത്, നീ എന്നെ കൈവിട്ടു എന്ന്. Forgetting all the blessings of Christ, forgetting the heaven and the glory that's given to us free. അപ്പൊ എന്തു വലിയ വിശ്വാസ ത്യാഗത്തിലേക്കാണ് ഇവർ ജനത്തെ നയിച്ചിട്ടുള്ളത്. എത്ര വലിയ നിരാശയിലേക്കാണ് ഇവർ ഈ ജനത്തെ കൊണ്ടുവന്നത്. അപ്പൊ പ്രത്യാശയ്ക്ക് പകരം മോഹങ്ങൾ നിറച്ച്, മോഹങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച്, അതിന് പ്രത്യേക പ്രാർത്ഥനാ വീരന്മാരെ വെച്ച് അവർ പണമുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയുടെ അടിമകളായി ഇന്ന് വിശ്വാസികളിൽ വലിയൊരു പങ്ക് പോയിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. പോൾ വാഷർ പറഞ്ഞ പോലെ, പോൾ വാഷർ എന്ന് പറഞ്ഞാലെ കുറിച്ച് കാര്യമുണ്ടോ? നിങ്ങൾ വല്ലപ്പോഴും പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വലിയ ചർച്ചകളിൽ പോയി ഇങ്ങനെ നാളെ നടക്കും, ഇപ്പം വിടുതൽ എന്ന് വിശ്വസിച്ചിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. കാരണം ആ സ്റ്റേജിൽ പറയുന്ന പ്രസംഗം പറയുന്നവനും ഫ്രണ്ടിൽ ഈ കസേരയിൽ ഇരിക്കുന്നവരും ആഗ്രഹിക്കുന്ന ഒരേ സാധനം തന്നെയാണ്, അത് ദൈവത്തെ അല്ല. ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു ജനത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷാവിധിയാണ് ബോഷ്ക്ക് പ്രസംഗിക്കുന്ന പ്രവാചകന്മാരും പ്രസംഗകരും. Because the people don't want God, they prefer the world, they are craving for the world. Okay, അപ്പോൾ ലോകത്തിന് പറ്റിയ പ്രവാചകന്മാർ അവർക്ക്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളെ വിടുവിക്കുന്ന ഫെയ്ത്ത്? ഈ കർത്താവിൻ്റെ ഈ വലിയ ധനം, ഹി ഈസ് മൈ റൈച്ചസ്നെസ്, ഹി ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ, ഹി ഈസ് മൈ എവറിത്തിങ്, ഹി ഈസ് മൈ റിഡംഷൻ. അതെങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റും? വാട്ട് ഈസ് ദാറ്റ് ഹോളി ഫെയ്ത്ത് ദാറ്റ് മേക്സ് us ഗെറ്റ് ഇൻ ടു ദ സാൽവേഷൻ? അതായത് അത് അനുഭവിക്കുവാൻ, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ, ആ ക്രിസ്തുവിൻ്റെ ആ ഒരു അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടി വരുന്ന ആ ഫെയ്ത്ത് എന്താണ്? ആ ഫെയ്ത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ദ അഷുറൻസ് ഓഫ് അവർ ഹോപ്പ് എന്നുള്ളതാണ്. ഈ ഹോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലോകത്തെ സംബന്ധിക്കുന്നതല്ല. എങ്ങനെയാണ് ഈ പ്രത്യാശയിൽ ഉറപ്പുണ്ടാക്കാൻ കഴിയുന്നത്? എന്താണ് ഈ പ്രത്യാശ എന്നുള്ള വാക്ക്? ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയ കാലം തൊട്ട് പറയുന്നൊരു കാര്യമാണ്. റോമാലേഖനം 8:23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യാശയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, ഇഫ് യു റീഡ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് വിൽ ഗിവ് യു എ ബെറ്റർ സെൻസ്. Not only that, but we also who have the first fruits of the Spirit, even we ourselves, grown within ourselves, eagerly waiting for the adoption, the redemption of our body. Okay. Now, next verse. For we were saved in For this we hope. were saved in this hope. For means what? Because.
For in the beginning of a sentence means because. Okay. And not only the creation, but we ourselves who have the first fruits of the Spirit, grown inwardly as we wait eagerly for adoption as sons, the redemption of our bodies, for because in this hope we were saved. അപ്പോൾ ശരിക്കും നമ്മൾ രക്ഷിക്കുന്ന പ്രത്യാശ എന്തോ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഫോർ ഇൻ ദിസ് ഹോപ്പ്, തമിഴിൽ എഴുതുമ്പോൾ ഇന്ത നമ്മക്കം. മലയാളത്തിൽ മാത്രം ആ ഈ വിട്ടുപോയി. പക്ഷെ ശരിക്കും പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാശ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ട് തേജസ്സോടെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് വേണ്ടി, ആ അഡോപ്ഷന് വേണ്ടി, മക്കൾ അഡോപ്റ്റ് ചെയ്ത മക്കൾ ആ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയുള്ള, തേജസ്സുള്ള ശരീരം ലഭിക്കാൻ വേണ്ടിയുള്ള ആ ഞരക്കത്തോടു കൂടിയുള്ള കാത്തിരിപ്പിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ ഞരക്കമാണ് ശരിക്കും പ്രത്യാശ. ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോണിങ്. ഈ പ്രസംഗം ഒരു 8:45 തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ 9:45 ഞാൻ തീർക്കാതെ ഒരു വാക്യവും കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൽ ബോറടിച്ച് പഠിപ്പിക്കുന്ന പ്രൊഫസർ എന്തൊക്കെയോ പറഞ്ഞ് ഒന്നും മനസ്സിലാകാതെ, ടൈമും പോകുന്നില്ല, ക്ലോക്കിൽ നോക്കി, വാച്ചിൽ നോക്കി, പ്രൊഫസറെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പേപ്പർ എടുത്ത് ടിക് ടാക്ടോ ഒക്കെ കളിച്ച് മണി അടിക്കുന്ന ആൾ ഉറങ്ങിപ്പോയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ ഗ്രോണിങ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമ്മൾ കാശില്ലാതെ അത് എപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഞരങ്ങുന്നുണ്ട്. വിസ എപ്പോൾ വരും എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിള്ളേരുടെ ഗതി എന്താകും എന്നോർത്ത് നിരങ്ങുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, വലിയൊരു 90% ആൾക്കാരും. ഈ വക ഞരക്കങ്ങളെല്ലാം നമുക്ക് നല്ല പരിചയമാണെങ്കിലും കർത്താവ് വരാത്തത് എന്താന്ന് ഞരങ്ങുന്നവരിപ്പോ ഇല്ല. ദാറ്റ് ഹാസ് ഡിസപ്പിയർഡ്. ആ ഞരക്കം വിശ്വാസികളുടെ നിന്ന് പോയി. അതുകൊണ്ടാണ് ഇന്നാരും പ്രത്യാശാഗാനങ്ങൾ എഴുതാത്തത്. കാരണം അങ്ങനൊരു ഞരക്കം ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റുള്ളൂ. കാന്താ താമസം എന്താഹോ എന്ന് ചോദിക്കണ ഉള്ളിൽ ഞരക്കം വേണം. അതല്ലാതെ എഴുതിയാൽ ശരിയാവില്ല. അത് ഈ പഴയ പാട്ടുകളെല്ലാം ഈ പ്രത്യാശ ഇങ്ങനെ കൃത്യമായിട്ട് വരുന്നതിൻ്റെ കാരണം ഈ പഴയ പാട്ടുകളുടെ ഭംഗി. ഈ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു പാട്ട്, മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ, ഭയങ്കര പ്രശസ്തമായൊരു പാട്ട് അല്ലേ? മനസ്സോടെ ശാപമരത്തിൽ. ഞാൻ പാടാറില്ല. അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ, എൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരണേ. പരമനീതിയിൻ, ബാക്കി എന്താ? ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം, പരമൻ നീയതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. എന്താ അർത്ഥം? ഒന്ന് ആദ്യത്തെ സ്റ്റാൻസ് നോക്കി. പരമനീതിയൻ ദുരിതത്താൽ എന്നെ അരിയാൻ നിന്നൊരു നേരം. ഇത് ആരെഴുതിയതെന്നറിയോ? 1918 മരിച്ചുപോയ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുൻപ് മരിച്ചുപോയ CSI പള്ളിയിലെ ഒരു ഉപദേശി എഴുതിയ പാട്ടാണിത്. പരമനീതിയൻ, മോശവത്സലം ശാസ്ത്രികൾ എന്ന് പറയും. ഈ പാട്ടിന്റെ അർത്ഥം എന്താ പറയുക? പരമനീതി വെളിപ്പെട്ടപ്പോഴാണ്, ക്രിസ്തുവിന്റെ നീതി വെളിപ്പെട്ടപ്പോഴാണ് അരിഞ്ഞ് നരകത്തിൽ കളയാനല്ലാതെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായത്. റെവലേഷൻ. ഇന്നങ്ങനെ ഒരു പാട്ട് എഴുതാൻ പറ്റുമോ? പരമനീതിയൻ ദുരിതത്താൽ എന്നെ അരിയാൻ നിന്നൊരു നേരം. ആ പരമനീതി എന്നെ നരകയോഗ്യനാക്കി, എന്നെ അരിഞ്ഞ് നരകത്തിൽ കളയാനല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുമ്പിൽ ഇല്ലാതാക്കിയപ്പോൾ ഈ പരമൻ ആ നീതിയാൽ അരിയപ്പെടാൻ, എനിക്ക് പകരം അരിയപ്പെടാൻ നീ ഇറങ്ങി വന്നു. ഇനി പരമനീതി എന്താന്ന് പോലും ആർക്കും അറിയത്തില്ല. അത് പ്രസംഗിക്കുന്നതിനും ആർക്കും താല്പര്യവുമില്ല. വിടുതലില്ലെന്നാ പറയുന്നത്. അവർക്ക് വേണ്ടത് പാപത്തിൽ നിന്നുള്ള വിടുതലല്ല, എന്തെല്ലാമൊക്കെയിൽ നിന്നോ ഉള്ള വിടുതലാണ്. അതിന്റെ സ്ഥലം ചർച്ചല്ല. അപ്പോൾ യഥാർത്ഥ റെവലേഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഏത് പാട്ട് എഴുതിയാലും അവസാനം വരുമ്പം പ്രത്യാശാഗാനമായി പോകും. അങ്ങനെയായിരുന്നു. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ,
നാഥ നിന്നുടെ വരവിനായി. പ്രത്യാശ ഭയങ്കര ആ ഉള്ളിലെ ഞരക്കമാണ്. ഇന്ന് അങ്ങനൊരു ഞരക്കമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനൊരു ഞരക്കം നമ്മുടെ ഇടയിലേക്ക് തന്നാൽ മാത്രമേ നമ്മുടെ ഇടയിൽ ഒരു കർത്താവിന് വേണ്ടിയുള്ള ഒരു ഉണർവും ദാഹവും ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഡ്രം അടിച്ച് എത്ര സ്പ്രിങ്ങിൽ കയറിയാലും കുറച്ച് കഴിയുമ്പോൾ താഴെ ഇറങ്ങും. ദിസ് മ്യൂസിക് ആൻഡ് ദ എക്സ്റ്റസി ദാറ്റ് ദ മ്യൂസിക് ക്രിയേറ്റ്സ് വിൽ ലാസ്റ്റ് ഓൺലി ഫോർ എ ലിറ്റിൽ വൈൽ. ഈ മ്യൂസിക്കിന് നമ്മളെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ എപ്പോഴും ഫാൾസ് ആണ്, നമുക്ക് തരാൻ പറ്റും. ഇതെനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ CMS കോളേജ് പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പെന്തക്കോസ്റ്റിലൊന്നും ചേർന്നിട്ട് സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, രക്ഷിക്കപ്പെട്ട സമയത്ത് അവിടെ 13 AD എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പോപ്പ് മ്യൂസിക്കാ, പോപ്പോ ഏതാണ്ട്. ഈ പോപ്പും റാപ്പും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയാമല്ല. അപ്പോൾ എൻ്റെ റൂമിലുള്ള കുട്ടികളൊക്കെ പറഞ്ഞു, ഹോസ്റ്റലിലെ പിള്ളേർ, ഞങ്ങളിത് കാണാൻ പോവാണ്. അപ്പോൾ എന്നോട് നീ വരുന്നോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നാമത് ഈ ബഹളമുള്ള പാട്ടുകൾ ഇഷ്ടമില്ല. ശാന്തമായിട്ടൊന്ന് എന്താ അതിനകത്ത് എഴുതിയേക്കുന്നതെന്ന് ആലോചിക്കാണ്ടൊരു ടൈം എനിക്ക് വേണം, അതല്ലാത്ത പാട്ടുകൾ. അപ്പം പുള്ളി പറഞ്ഞു, ഓക്കെ നീ വരണ്ട എന്ന് പറഞ്ഞ് അവർ പോയിട്ട് ഒരു മണിയായി രാത്രി വന്നു. ഞാൻ ഉറങ്ങിയായിരുന്നു. ഇവരെ തട്ടി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഒരു അത്ഭുതം പറഞ്ഞു. എന്താണെന്നറിയോ? അവർ പുറകിൽ പോയി ചുമ്മാ നിൽക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവർ ഫ്രണ്ടിലോട്ട് വന്നു. പിന്നെ ഇവർ പാട്ടിൻ്റെ കൂടെ ഡാൻസ് ചെയ്തു. പിന്നെ അവർക്കൊരു ബോധമില്ലായിരുന്നു. കസേരയെടുത്ത് ചാടുന്നു, മറിയുന്നു. കാരണം ഈ പാട്ടിൻ്റെ താളത്തിനകത്തേക്ക് അവർ വിട്ടുകൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ വേറെ ഏതോ ലോകത്തിലേക്ക് പോയി. അവരുണ്ടെങ്കിൽ ഇതെന്ത് പ്രതിഭാസമാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ മേല എന്ത് പ്രതിഭാസം. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിവുള്ള ആളല്ല. ഞാൻ ഇന്ന് ചിന്തിക്കുമായിരുന്നു, അവർ 2 അന്യഭാഷകളെ പറഞ്ഞായിരുന്നെങ്കിൽ അത് ഉണർവാന്ന് വിചാരിച്ചതിനെ ആൾക്കാർ. കാരണം മ്യൂസിക് ക്രിയേറ്റ്സ് ആൻ എക്സ്റ്റസി ആൻഡ് വി തിങ്ക് ദാറ്റ് ഈസ് വർഷിപ്പ്. ഇപ്പം പറഞ്ഞ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന കേട്ടു, കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ആരാധന തന്നതിനായിട്ട് സ്തോത്രം. ആർക്കാ? അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഉന്മാദത്തെയാണ് നമ്മൾ ആരാധന എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ ആരാധനയൊന്നും സുഖമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഹരി എനിക്ക് കിട്ടിയില്ലെന്ന്, ആ പാട്ടിൻ്റെ ലഹരിയിലേക്ക് ഞാൻ കയറിയില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇത് ഇന്നത്തെ കാലത്ത് ഇത് മുഴുവൻ മറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല വേദപുസ്തകത്തിലുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം പുതിയ അർത്ഥങ്ങളാണ്. എനിക്ക് ചിന്തിക്കാൻ വയ്യ, പൗലോസും പത്രോസും കൂടെ ഉരുണ്ടും മറിഞ്ഞ് ബഹളം വെച്ച് തുള്ളി മറിയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. യേശു കർത്താവ്, ഞാൻ അന്യഭാഷ പറയുന്ന ആളാ, പക്ഷെ അന്യഭാഷ പറയുന്നിടത്ത് ഇത്രയും വലിയ ആ ഉന്മാദം സൃഷ്ടിക്കാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും വേദപുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളല്ല. ദിസ് ഈസ് വാട്ട് വി ഡു ബൈ പ്രാക്ടീസ് ആൻഡ് ഹാബിറ്റ്. ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ബോധം പോയാൽ അത് വലിയ അപകടമൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാത്തപ്പോൾ തന്നെ നമുക്ക് ബോധം എന്തോരം ഉണ്ടെന്ന് അറിയാൻ മേല. പക്ഷെ അതിൻ്റെ പ്രശ്നം അതിനെ ആരാധന എന്ന് വിളിക്കരുത്, അതൊരു ഉന്മാദാവസ്ഥയാണ്. ദാറ്റ്സ് ആൻ എക്സ്റ്റസി. ഓക്കെ, ആരാധന എന്ന് പറയുമ്പം വർഷിപ്പാണ്. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ ശബ്ദം കൊണ്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ബിക്കോസ് ഹി ഡിസേർവ്സ്, ഹി ഈസ് വർതി, വർഷിപ്പ്. ഓക്കെ, അതുപോലെ തന്നെയാണ് അർത്ഥവ്യത്യാസം വന്നിരിക്കുന്നത് പ്രത്യാശ എന്ന വാക്കിന്. ഒരു പ്രത്യാശ ഇല്ലാതിരിക്കാതെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പ്രത്യാശ ഇല്ലാതിരിക്കല്ലേ, കർത്താവ് നടത്തും, അതല്ല പ്രത്യാശ. ഓക്കെ, ഈ പ്രത്യാശ എങ്ങനെയാണ് നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്നത്? അതൊരു ഉറപ്പായിട്ട് നമുക്ക് കിട്ടാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വാഗ്ദത്തം നമുക്ക് ആവശ്യമാണ്. ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ മാത്രം ഇവർക്ക് വിശ്വാസമില്ല. പാസ്റ്റർമാർ പറയുന്ന വാഗ്ദത്തങ്ങൾ ഭയങ്കര വിശ്വാസമാണ്. ഒരു സഭയിൽ ചെന്നപ്പം അവർ പ്രാർത്ഥിക്കുക, 2ാം നില ബാൽക്കണി പണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ താഴെ ഇരിക്കാനുള്ള ജനം പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ബാൽക്കണി പണിയുന്നത്? അപ്പം പാസ്റ്ററിനോട് പറഞ്ഞു, വാഗ്ദത്തമുണ്ട്. ഞാൻ ഉടനെ ചോദിച്ചു, ഏത് അധ്യായം, ഏത് വാക്യം? അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന പ്രവാചകൻ വാക്ക് പറഞ്ഞ പ്രവാചകൻ അത് പറഞ്ഞിട്ട് പോയാൽ മതി, ഇനി ഇത് പിരിക്കാൻ ഇവർ നടക്കണം കാശ്. വേറൊരു ഭാഷ പറഞ്ഞ ദൈവം അങ്ങ് പറയും ചർച്ച പണിതോളാൻ, കാശ് എന്തിയെ, അത് നിങ്ങൾ എവിടെന്തെങ്കിലും പിരിച്ചോ. ഇതെന്ത് പരിപാടി? ഇതൊക്കെ ഇന്ന് പ്രത്യാശ. അപ്പോൾ ശരിക്കുമുള്ള പ്രത്യാശ എന്ന് പറയുന്ന കർത്താവിനോടുള്ള കാത്തിരിപ്പാണ്. അത് ആത്മാവിന് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. പിന്നെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഈ പ്രത്യാശയാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നമ്മിൽ ചില ആൾക്കാരെന്നല്ല, ലഭിച്ചവരായ നാം എല്ലാവരും, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടു. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ ധനം ഉണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനോടുള്ള ഞരക്കം കാരണമാണ്. അത് പ്രാപിക്കാനുള്ള ഞരക്കം നമ്മുടെ ഉള്ളിൽ കർത്താവ് ആത്മാവിനാൽ നൽകിയിരിക്കുക. അപ്പൊ എനിക്ക് ലോകത്തോട് സ്നേഹമില്ല, ഞരക്കമില്ല. എനിക്ക് ഞരക്കം കർത്താവിനോടാണ്, അവൻ്റെ തേജസ്സിനോടാണ്. ആ ഞരക്കം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയ ഒരു പ്രൈസ്, കർത്താവ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയ ധനം, അതിലേക്ക് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഐ എം നോട്ട് കൺസേൺഡ് ആസ് ടു വാട്ട് വിൽ ഹാപ്പൻ ടു മീ ഇൻ ദിസ് വേൾഡ്. ഞാൻ നാളെ പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകുമോ? ഐ ഡോണ്ട് കെയർ. കാരണം ഈ ഞരക്കം എന്ന് പറയുന്നത് തേജസ്സിൽ കർത്താവിനെ കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെയൊക്കെ ജീവിച്ചു പോകണ്ടേ പാസ്റ്ററെ? തീർച്ചയായിട്ടും വേണം. അതൊക്കെ ദൈവം നോക്കിയോളൂ, ദൈവം നോക്കിക്കോളൂ അല്ലേ. എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട്, പപ്പ എന്നടാ എനിക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ. ഞാൻ പറയും തരാം. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും, പപ്പ എന്താ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരാമടാ. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും വരും, പപ്പ എന്താ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്ന. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് തരാം. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നാളെ ബ്രേക്ക്ഫാസ്റ്റ് തരും ഉറപ്പായിട്ടും തരും. വൈകിട്ട് പിന്നെ അവൻ്റെ അടുത്തുനിന്നു, പപ്പ എന്നടാ? എനിക്കിവൻ വന്ന് കണ്ടപ്പോഴേ എനിക്ക് വിഷമം തോന്നി. കാരണം എനിക്കറിയാം അവൻ എന്തിനാ വരുന്നത്, എന്തിനാ. അപ്പൊ ഇത്രയും പ്രാവശ്യം ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നോട് ചോദിക്കുന്നത് അവൻ എന്നിൽ വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? പറ. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും അവൻ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല പിടിച്ചേക്കുന്നത്. അത് വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? ഭയങ്കര വിശ്വാസം അല്ലേ? അല്ല, അത് അവിശ്വാസമാണ്. നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന അങ്ങ് വിട്ടു നോക്കി, ദൈവം നടത്തിക്കോളും അങ്ങ് വിശ്വസിച്ചിട്ട് അതൊക്കെ വിട്ട പ്രയർ ലിസ്റ്റ് ഒക്കെ കീർക്കള. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ബൈബിളിൽ ഉണ്ടല്ലോ എന്ന്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാനല്ല, നിരന്തരമായി പ്രാർത്ഥിക്കാനുണ്ട് അല്ലേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനുണ്ട്. പക്ഷെ അതൊരു കാര്യമുണ്ട്, അത് ഉപജീവന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അത് സ്വർഗത്തിലെ ദാനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഉപജീവന കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു, ഇന്നല്ലായിരുന്നു അത്, സമയമൊന്നും ബോധമൊന്നും ഇല്ല ഇവിടെ വന്നേ. പിന്നെ അപ്പോൾ വഴിയെ പോകുന്ന ഒരാളുടെ വാ ഒരു റൈസ് കുറച്ച് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ അവനത് വേണമെങ്കിൽ അവന് കൊടുത്തു വിടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആത്മാവിനെ അങ്ങനെ കൊടുത്തു വിടാൻ പറ്റില്ല. അത് നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെ ദാഹം അനുസരിച്ചാണ് ആത്മാവിനെ നമ്മൾ അനുഭവിക്കുന്നത്. സ്വർഗീയ നന്മകൾ വേണമെങ്കിൽ നമുക്ക് ഈ ക്രേവിങ് ഉണ്ടാകണം. നമ്മുടെ ആത്മാവിൽ നമ്മൾ ആ ദാരിദ്ര്യം അനുഭവിക്കണം, ദൈവത്തോട് യാചിക്കണം. കാരണം അങ്ങനെയുള്ളവരെ മാത്രമേ ആത്മീക ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനെ പോലെ നടക്കാനാ ഇടുക്കുവഴി എനിക്ക് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാ. നിന്റെ ഹിതം സ്വർഗത്തിൽ എത്ര സ്പീഡിൽ നടക്കുന്നോ അതേ സ്പീഡിൽ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയാണ്. എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഹിതം നടന്നു പോകാതിരിക്കാൻ വേണ്ടി. ദൈവമേ നിന്റെ ഹിതം മാത്രം നടക്കാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞ്, എൻ്റെ ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും. പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്ന ഇടുക്ക് വഴി നമുക്കായിട്ട് തുറന്നു കിട്ടും. അപ്പോൾ നമ്മുടെ ഞരക്കം, നമ്മുടെ വേദന, നമ്മുടെ കൊതി, നമ്മുടെ തിടുക്കം, അതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയ്ക്കാണ് ഒരിക്കലും ഭംഗം വരാത്തത്. കാരണം അത് വാക്ക് തന്നിരിക്കുന്ന അത്ര ഉറപ്പായിട്ടാണ്. നമുക്ക് ഈ പ്രത്യാശയുടെ ആണ എന്താണെന്ന് നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലാണ് പ്രത്യാശയുടെ ഏറ്റവും ശക്തമായ വചനങ്ങൾ കിടക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ദൈവം പ്രത്യാശ ഉറപ്പിക്കുന്നത്? 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, For when God made a promise to Abraham, since he had no one greater by whom to swear, he swore by himself. തന്നേക്കാൾ വലിയ ആളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ദൈവത്തെ തന്നെ ചൊല്ലി ആണയിട്ടു. നമുക്കറിയാം, ആണയിടുമ്പം എപ്പോഴും
നമ്മളെക്കാൾ വലിയ ആളെ കൊണ്ടാണ് ആണയിടുന്നത്. നിങ്ങളുടെ വീട്ടിലെ പൂച്ചയെ കൊണ്ട് നിങ്ങൾ ആണയിടുമോ? എൻ്റെ വീട്ടിലെ പൂച്ചയാണേ സത്യം പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. അമ്മയാണേ സത്യം, അല്ലെ ദൈവമാണ് സത്യം എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെയാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. അപ്പൊ എബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ദൈവത്തിന്റെ വാഗ്ദത്തം, അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. എബ്രഹാമിനെ ദൈവം വെളിയിൽ കൊണ്ടുവന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും എന്ന് പറഞ്ഞു എന്നല്ല, എന്ന് വാഗ്ദത്തം ചെയ്തു എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്, എന്ന് അവനോട് കൽപ്പിച്ചു എന്നാണ്. ഡിക്രീഡ്. ദൈവം അവന്റെ മുമ്പിൽ ഒരു ഡിക്രി വെക്കുമായിരുന്നു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. ഇറ്റ് ഇംപ്ലൈസ് എ ഡിക്രി. അപ്പൊ ദൈവം ഡിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും, അങ്ങനെ തന്നെയാണ്, അത് വാഗ്ദത്തമാണ്, ആണയാണ്. കാരണം ദൈവം പറഞ്ഞു ഒരു കാര്യവും നടക്കാതെ പോവുകയില്ല. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ഡിക്രി. കൽപ്പിച്ചു. എബ്രഹാം അത് വിശ്വസിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ അവനിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ എബ്രഹാം നീതിമാനായത് എപ്പോഴാണെന്നറിയോ? അവൻ നീതി പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പാ. ഈ എബ്രഹാം അന്നേരം എബ്രഹാമാണ്, പരിച്ഛേദന ഏറ്റിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ദൈവം അബ്രാമിനെ നീതിമാനെ എന്ന് വിളിക്കുമ്പോൾ അവൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും എബ്രഹാമിന്റെ സ്വഭാവം കണ്ട നമുക്ക് തന്നെ വേദന തോന്നും. ഹി വാസ് നോട്ട് എ പെർഫെക്റ്റ് മാൻ. പ്രത്യേകിച്ച് സാറായുമായിട്ടുള്ള ബന്ധത്തിൽ എബ്രഹാം, നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ഈ കഥ പറയുമ്പം ഇന്നത്തെ ഭർത്താക്കന്മാരാണെങ്കിൽ ഇന്നത്തെ ഭാര്യമാർ ഇത് സമ്മതിക്കുമെന്ന്. അവരൊരു ദേശത്തോടെ പോകുമ്പം അബിമേലക്ക് എന്ന് പറയുന്ന രാജാവ് ഈ ഭാര്യ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംശയം എബ്രഹാമിനുണ്ടായി, അല്ലേ? നിങ്ങൾക്കറിയാം കാര്യം. അപ്പൊ എബ്രഹാം എന്താ പറഞ്ഞത് സാറയോട്? നീ പോയാൽ പൊക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല, കാരണം എന്തായാലും നിന്നെ കൊണ്ടുപോകും. അപ്പൊ നിന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ ചത്തുപോകാതിരിക്കാൻ വേണ്ടി, എന്നെ അവർ കൊല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആങ്ങളെയാന്ന് പറഞ്ഞാൽ മതി. ഇന്നൊരു ഭർത്താവ് അത് പറയുന്ന ആലോചിച്ച് നോക്കി. നിന്നെ അവർ കൊണ്ടുപോകുന്നതിന് ഞാൻ തടയാനൊന്നും പോകുന്നില്ല, തടഞ്ഞ എൻ്റെ ജീവൻ പോകും. അതുകൊണ്ട് നീ പോകുന്ന വഴിക്ക് പൊക്കോ, എനിക്ക് എൻ്റെ തടി രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നീ എന്നെ ആങ്ങളെയാന്ന് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിച്ചോണം പോകുന്ന വഴിക്ക്. എങ്ങനെയുണ്ട്? സാറ എന്നിട്ട് അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചെന്നാണ്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ സാറയുടെ പിള്ളേരെ പോലെ ആകും. ഈ എബ്രഹാമിന് ദൈവത്തെ അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എബ്രഹാം നിന്റെ പിതൃഭവനത്തെ എല്ലാം വിടണമെന്ന് പറഞ്ഞു ചാർച്ചക്കാരെല്ലാം വിടാൻ പറഞ്ഞിട്ട് അപ്പനെയും ചാർച്ചക്കാരെല്ലാം വിളിച്ചോണ്ടാ പോയത്. എബ്രഹാമിന് ഒത്തിരി ബലഹീനം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവസാനം കർത്താവ് അവനോട് ഇസഹാക്കിനെ മോറിയാമലയിൽ കൊണ്ട് അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വേവറിങ്ങും നമ്മൾ കാണുന്നില്ല. ഈ ദൈവം നിനക്ക് സന്തതി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴും സാറ പറഞ്ഞത് കേട്ട്, അല്ലേ? ഏതായാലും ഇന്ന് നമ്മുടെ പെന്തക്കോസ്തുകാരെ പോലെയാ, ദൈവം ഏതായാലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ ഭാഗം ഓക്കെ, നമ്മുടെ ഭാഗം 50-50. ദൈവം പാതി, ബാക്കി താൻ പാതി, അല്ലേ? അതാദ്യം താൻ പാതി. അപ്പൊ എബ്രഹാം അങ്ങനെ ചിന്തിച്ചു, ഓക്കെ ഞാനായിട്ട് ദൈവത്തെ ഒന്ന് സഹായിച്ചേക്കാം. ഹാഗാറിന്റെ കൂടെ പോയി ഇസ്മായിൽ ഉണ്ടായി. ആ പ്രോബ്ലം ഇന്നും വരെ സോൾവ് ആയിട്ടില്ല. 21ാം നൂറ്റാണ്ടിൽ സോൾവ് ആകാതെ കിടക്കുന്ന ഒരു പ്രോബ്ലം. മനുഷ്യൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സ്പീഡിലാക്കാൻ നോക്കിയതാണ്. ഈ എബ്രഹാം അവസാനം വളരെ ഈസി ആയിട്ട് നീതിമാനാണേ, ഇപ്പൊ നീതിമാനാ, എന്നോട്ട് നീതിമാനാ, ദൈവം പ്രഖ്യാപിച്ച അന്നോട്ട് നീതിമാനാ. അവസാനം ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം അർപ്പിക്കാൻ മോറിയ മലയിലേക്ക് പോകാൻ നേരത്ത് സാറായോട് ചോദിച്ചില്ല, ഒരു മനുഷ്യനോട് അഭിപ്രായം ചോദിച്ചില്ല. ദൈവമേ സോദോം ഗൊമോറയെ നശിപ്പിക്കല്ലേ എന്ന് നിലവിളിച്ച് കരഞ്ഞ അബ്രഹാം സ്വന്തം മകനെ സ്പെയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഈ മകനുമായിട്ട് നേരെ മോറിയ മലയിലേക്ക് പോകുമ്പോൾ എബ്രഹാമിൻ്റെ മനസ്സിൽ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. എന്തായിരുന്നറിയാം? 2 കാര്യങ്ങളായിരുന്നു എന്നാ പൗലോസ് പറയുന്നത്. ഒന്ന്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഈ ഇസ്ഹാക്കിന് മേലൊരു വാഗ്ദത്തമുണ്ട്. ഇസ്ഹാക്കിന്റെ തലമുറ ലോകത്തിലെ ഏറ്റവും വലിയ ജനമായി മാറും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതികൾ ഉണ്ടാകുമെന്ന് വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്ത സന്തതിയെ യാഗമർപ്പിക്കുമ്പോഴും വാഗ്ദത്തം മാറുന്നില്ല. ആ ഉറപ്പ് അവിടെ കിടക്കുക, അവനെ നീതിമാനാക്കിയ വിശ്വാസം അവിടെ കിടക്കുക. അപ്പോൾ ഒരു വഴിയുള്ളൂ, ഈ ആരെയാണോ യാഗമർപ്പിക്കുന്നത് അവനെ ദൈവം രണ്ടാമത് എഴുന്നേൽപ്പിക്കണം. അതല്ലാതെ വാഗ്ദത്തം നിറവേറില്ലല്ലോ. വാഗ്ദത്തം ഡിക്രിയാണ്, അത് നിറവേറിയേ പറ്റൂ. അപ്പൊ എബ്രഹാം വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ ഒരു കാര്യം മനസ്സിലായി, ഇസ്ഹാക്കിനെ മരണത്തിന് ഏൽപ്പിച്ചാലും
ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. വാഗ്ദത്തം ഒരിക്കലും നിറവേറാതിരിക്കുകയില്ല. ഇപ്പൊ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ പഴയ നിയമത്തിൽ പ്രകടമായി കാണുന്നത് ആദ്യം ഇവിടെയാണ്. അതായിരുന്നു ആദ്യത്തെ വിശ്വാസം. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനായി. ഇത് ഏത് അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? റോമർ 4:17. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അപ്പൊ ഈ രണ്ട് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് എന്നറിയോ? ഈ രണ്ട് വിശ്വാസം അവന് നിറവേറി. എബ്രഹാം പുനരുത്ഥാനത്തിൽ നിന്ന പോലെ ഇസ്ഹാക്കിനെ തിരിച്ചു പ്രാപിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന പോലെ. പിന്നെയോ ഇല്ലാത്തടത്ത് നിന്ന് നമ്മളെ പോലെ അനേകം ജാതികളെ ദൈവം പിടിച്ച് എബ്രഹാമിന് മക്കളായി ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടും നിറവേറി. രണ്ടും നിറവേറി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് അവന് കൊടുത്താൽ മതി. 2 പിള്ളേരുണ്ടെങ്കിലോ 2 വീട് ഒരു വീട് എക്സ്ട്രാ വെക്കേണ്ടി വരും. കേരളത്തിലെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. എത്ര വീട് വെച്ചാലും മലയാളികൾക്ക് മതിയാവില്ല. 100 പിള്ളേരുണ്ടെങ്കിലോ 99 വീട് നമ്മൾ വെക്കേണ്ടി വരും. ഒരു വീട് നമ്മുടെ വീട് മതി, 99 വീട് വെക്കേണ്ടി വരും. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരുടെ എന്നെ ചെയ്യും. അപ്പം നമ്മൾ പറയണം, മോനെ ഇസ്ഹാക്കെ, നമ്മുടെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും, അതുകൊണ്ട് വീട് വെക്കാനും നോക്കണ്ട, പട്ടണങ്ങൾ പണിയുന്നതായിരിക്കും നമുക്ക് നല്ലത്. അല്ലേ? ശരിയല്ലേ? അപ്പം നീ എവിടെ ചെന്നാലും എന്ത് ചെയ്യണം? പട്ടണങ്ങൾ പണിതോണം. കാരണം ഇത്രയും മക്കൾ നമുക്കുണ്ടാവും എന്നല്ല എബ്രഹാം പറഞ്ഞത്. എബ്രഹാം പറഞ്ഞത്, ഇത്രയും മക്കളെ ദൈവം തരുമെങ്കിൽ അതിന് അടിസ്ഥാനമുള്ളൊരു നഗരവും കൂടെ, ദൈവം ശില്പിയായി പണിയുന്ന ഒരു അടിസ്ഥാനമുള്ള നഗരവും കൂടെ അതിൻ്റെ കൂടെ കാണും. അപ്പോൾ വാഗ്ദത്തം കനാൻ ദേശമല്ല. കാരണം എന്താ? ഈ കനാൻ ദേശത്ത് ഇത്രയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ജനങ്ങൾക്ക് താമസിക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ വാഗ്ദത്തം അത്രയും വലുതാണെങ്കിൽ അത്രയും പേരെ ഉൾക്കൊള്ളുന്ന ദൈവം ശില്പിയായി പണിത, കൈപ്പണിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളൊരു നഗരവും കൂടെ ഈ വാഗ്ദത്തത്തിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് മക്കളെ, നമുക്ക് ടെൻ്റ് അടിച്ച് താമസിച്ചാൽ മതി, ഇത് നമ്മുടെ സ്ഥിരമായ വാസമല്ല എന്നും അബ്രഹാം കണ്ടുപിടിച്ചു. എത്ര അത്ഭുതമാണ്! ആ ഫെയ്ത്ത് ആണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഈ ഫെയ്ത്ത് എബ്രഹാമിൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകുന്നില്ല. നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുങ്ങളുണ്ടായാൽ അതിനനുസരിച്ച് അവരുടെ പ്രൊവിഷനും ദൈവം വെച്ചിരിക്കും. അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്നതാകാൻ സാധ്യതയില്ല എന്ന ഫെയ്ത്താണ് എബ്രഹാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഫെയ്ത്താണ് അവനെ അനുസരിപ്പിക്കുന്നത്. If he has no faith, he will not obey. അപ്പൊ അനുസരിച്ച് ഒരാൾ നീതിമാനാവുകയല്ല, വിശ്വാസം ഒരാളെ നീതിമാനാക്കുമ്പോൾ അവൻ അനുസരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ടെക്നിക്ക് പിടികിട്ടിയോ? അതായത് നമ്മൾ നല്ലത് പ്രവർത്തിച്ച് നീതിമാന്മാരാവുകയല്ല, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് നമ്മളെ അനുസരിക്കുന്നവരാക്കി മാറ്റുന്നത്. ഇനി മുമ്പോട്ട് വരുമ്പോൾ 16-ാം വാക്യം മലയാളത്തിൽ വായിക്കാം. 17-ാം വാക്യം. വാക്യം 6:17 എബ്രായർ 6:17. എന്നാൽ ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക്, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ആരെല്ലാം യേശുക്രിസ്തു മൂലം ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നോ അവർക്കെല്ലാം ദൈവം എന്ത് കൊടുത്തിരിക്കുന്നു? ആണയാലുള്ള ഒരു ഉറപ്പ് വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്നത്. എന്തിനാ അങ്ങനെ വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്? എബ്രഹാം വിശ്വസിച്ചതുപോലെ നമ്മളും വിശ്വസിച്ച് ഈ നീതി പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എബ്രഹാമിന് കൊടുത്ത പോലെ ഉറപ്പിച്ച് നമുക്കും തരണം. അടുത്തത്, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. ഇതാണ്. അപ്പൊ പ്രത്യാശ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു ഭയങ്കര ഉറപ്പോടുകൂടി, ആണയോടുകൂടിയാണ് ദൈവം പ്രത്യാശ തന്നിരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ, ബാക്കി പറ, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇപ്പൊ ഈ വാഗ്ദത്തം ഒരു ആണയോടുകൂടി വെച്ചിരിക്കുക. എന്റെ അടുത്ത വാക്യം പറയുന്നത് എന്താന്ന് നോക്കിയേ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. അപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിൽ ഞാൻ ഇത്രയും നേരം ഒരു പ്രത്യാശ വെക്കുമായിരുന്നല്ലേ? നിങ്ങൾ കണ്ടോ? ആ പ്രത്യാശ വെച്ചു. പക്ഷെ ഇനി ഇത് പിടിച്ചുകൊള്ളുവാൻ എന്ത് ചെയ്യണം? ശരണത്തിനായി ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെ ചെന്നിട്ട് പറയണം, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ, അപ്പോ
പല ആൾക്കാർക്കും രക്ഷിക്കപ്പെട്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, കർത്താവ് എന്നെ പാപത്തിൽ നിന്ന്, ഞാനൊരു പാപിയാണ്, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു നിലവിളി ഉണ്ടായാൽ അതിനർത്ഥം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കുവാൻ അവൻ ശക്തനാകുന്നു. നമ്മുടെ ഉള്ളിൽ ആ കരച്ചിലുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ചോദിക്കാൻ മേലെ കർത്താവ് ഞാൻ കരഞ്ഞിട്ട് എന്നെ എന്താ രക്ഷിക്കാൻ ചെന്ന്, അല്ലേ? അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ രക്ഷിക്കപ്പെടണമെങ്കിൽ നമുക്ക് കണ്ണ് തുറന്നാലേ നിലവിളിക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഓക്കെ, എനിവേ, അപ്പൊ അവനെ വിളിച്ചപേക്ഷിച്ച് ശരണത്തിനായി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നവർക്കെല്ലാം അവൻ കൊടുക്കുന്ന എന്താണെന്നറിയോ? അടുത്ത വാക്യം, ആ പ്രത്യാശ നമുക്ക് ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ പറ്റും. അപ്പം ദൈവത്തിന്റെ അടുത്ത് ആരാണോ രക്ഷയ്ക്കായി അപേക്ഷിക്കുന്നത് അവർക്കെല്ലാം ലഭിക്കുന്നത് രണ്ട് കാര്യങ്ങളാൽ, ഒരിക്കലും മാറിപ്പോകാത്ത, വാക്ക് മാറ്റാൻ പറ്റാത്ത, ബോഷ്കില്ലാത്ത രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള ഒരു പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. ഓക്കെ, അടുത്ത വാക്യം, ആ പ്രത്യാശ. അപ്പൊ ഈ പ്രത്യാശ എവിടെന്നാ വരുന്നത്? ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നതിൽ നല്ല ഇത് വരുന്നത്. കുറെ നാളായിട്ട് നമ്മുടെ ഇടയിലൊന്നും പ്രത്യാശ ഇല്ല എന്നാ പാസ്റ്റർ പറഞ്ഞേ. ശരി, ഇന്ന് തൊട്ട് അങ്ങ് പ്രത്യാശിച്ചേക്കാം. അങ്ങനെയൊന്നും പ്രത്യാശ വരികയല്ല, ഈ മോഹമൊന്നും അങ്ങനെ പോവില്ല. ഈ പ്രത്യാശ വരണമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം വാഗ്ദത്തമായി നമ്മൾ കേൾക്കണം. ആത്മാവിന്റെ ശബ്ദം നമ്മുടെ ആത്മാവോട് പറയുന്ന പുത്രത്വത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കണം. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് നിങ്ങൾ നിലവിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം വാഗ്ദത്തം നിങ്ങൾക്ക് നൽകും. ആ വാഗ്ദത്തം ഇങ്ങനെ ആണയോടുകൂടി ഉറപ്പിക്കപ്പെട്ടൊരു വാഗ്ദത്തമാണ്. എൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും പ്രത്യാശ ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകും. അടുത്ത വാക്യം, രണ്ട് കാര്യങ്ങളാൽ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. നങ്കൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഹാവ് ആസ് ആൻ ആങ്കർ ഓഫ് അവർ സോൾ. നമ്മുടെ പ്രാണന് ഈ പ്രത്യാശ ഒരു നങ്കൂരമാണ്. നങ്കൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആങ്കർ. പണ്ടുകാലത്ത് ഇന്ത്യയിൽ ആങ്കർ സ്വിച്ച് ഉണ്ടായിരുന്നു, അല്ലേ? ആങ്കർ സ്വിച്ചിന്റെ അടയാളം എന്താണ്? ഒരു ആങ്കർ. ആങ്കറിന് എങ്ങനെ നിങ്ങൾക്ക് ആങ്കറിന് എത്ര ഹുക്കുണ്ട്? 2 ഹുക്ക്, അല്ലേ? നമ്മൾ എത്ര കാര്യങ്ങളല്ല ദൈവം നമുക്ക് ആണയിടുന്നു പറഞ്ഞേ? 2 കാര്യങ്ങൾ. അപ്പൊ ഇതൊരു ആങ്കർ പോലെ പ്രവർത്തിക്കുന്ന ഈ ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പൊ നമ്മുടെ സോളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നങ്കൂരം, ഈ സോളിന്റെ നങ്കൂരം, സോളിനെ ഉറപ്പിച്ച് നിർത്തുന്ന, നമ്മുടെ പ്രാണനെ ദൈവത്തോട് ഉറപ്പിച്ച് നിർത്തുന്ന നങ്കൂരമാണ് എന്ത്? പ്രത്യാശ. ഈ നങ്കൂരത്തിന്റെ 2 ഹുക്കുണ്ടല്ലോ, അത് എങ്ങോട്ടാ പോയിരിക്കുന്നറിയോ? അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നു തോന്നുന്നു. അപ്പൊ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ തിരശീലയ്ക്ക് അപ്പുറത്തുള്ളത് എന്തിനാ ഈ തിരശീല ഇട്ടിരിക്കുന്നത്? അതിനപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല, ഇപ്പുറത്തുള്ളതേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. അപ്പൊ തിരശീലയ്ക്ക് അപ്പുറത്ത് എന്താ ഉള്ളത്? അടുത്ത വാക്യം, അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ഈ നങ്കൂരത്തിന്റെ അറ്റത്ത് എന്താ ഉള്ളത്? തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന 2 ഹുക്കുള്ള ആ നങ്കൂരം ആരാ പിടിച്ചേക്കുന്നേ? ഒന്നും മനസ്സിലായില്ലേ? ആരാ പിടിച്ചേക്കുന്നേ? യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ളൊരു മഹാപുരോഹിതനാണ് ഈ നങ്കൂരത്തിന്റെ 2 അറ്റത്തും 2 ഹുക്കിലും പിടിച്ചേക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്താ? 2 ഹുക്കുകൾ എന്തൊക്കെയാ? 2 ഹുക്കുകൾ ഒരിക്കലും മാറ്റം വരാത്തതും ബോഷ്ക്ക് പറയാത്തതുമായ 2 കാര്യങ്ങൾ എന്താ? അത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ സംബന്ധിക്കുന്നതാണ്. എന്താ ഈ 2 കാര്യങ്ങൾ? മഹാപുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാ? സാധാരണഗതിയിൽ ഒരു മഹാപൗരോഹിത്യത്തിൽ ഉള്ള 2 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 പണി പുരോഹിതന്മാർ ചെയ്യുന്നത്. ഒന്ന് യാഗം കഴിക്കുക, മറ്റൊന്ന് ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക. അപ്പോൾ ഈ ഒരു ഹുക്ക്, ആദ്യത്തെ ഹുക്ക് എന്ന് പറയുന്നത് യാഗം കഴിക്കുന്നതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം ഓർത്തഡോക്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഓർത്തഡോക്സ് ചർച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മൾ കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം. ഓർത്തഡോക്സ് വന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അല്ലേ?
ഉണ്ടാവും. അപ്പോൾ ഓരോ വർഷവും നമ്മൾ പാപങ്ങൾ ക്ലിയർ ചെയ്യും, എന്നിട്ട് അടുത്ത വർഷത്തേക്ക് പാപം ചെയ്തിട്ട് പിന്നെയും ക്ലിയർ ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ മരിക്കാൻ കിടക്കുകയാണ്, ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് എത്തി. അപ്പം അച്ഛൻ വന്ന് ഒടുക്കത്തെ ഒപ്രൂഷ്മ എന്ന് പറഞ്ഞ അവസാനത്തെ കുർബാന തരും. ഉടനെ ഞാൻ മരിച്ചും പോയി. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിലൊരു സംശയം, ഈ അച്ഛൻ എത്ര പൈസ കൊണ്ടുപോയി കാണും എന്നൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഈ പൈസയോടുള്ള ദാഹം മിക്കവാറും എല്ലാവർക്കും ഉണ്ടല്ലോ. പിള്ളേരെ എങ്ങാനും പറ്റിച്ച് കൂടുതലൊക്കെ പശുവിലും മേടിച്ചുകൊണ്ട് പോയോ എന്നൊരു സംശയം. ആ ഒരു പാപം ഒഴിച്ച് ബാക്കി എല്ലാ പാപവും ആ ഒപ്രൂഷ്മയോട് തീർന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞ് 9-ാം ദിവസം അച്ഛൻ വന്ന് ഒരു കുർബാനയുടെ കഴിക്കും. അപ്പോൾ ഈ അവസാനത്തെ പാപം തീർന്നില്ലേ? തീർന്നോ ഇല്ലയോ? തീർന്നല്ലോ. പക്ഷെ തീർന്നിട്ടില്ല. 40-ാം ദിവസം അച്ഛൻ പിന്നെയും വരും. തീർന്നിട്ടില്ല. വർഷാവർഷങ്ങൾ പിന്നെ ആ കുർബാന കഴിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു കാലത്തും ഈ കുർബാന കൊണ്ടൊരുത്തൻ രക്ഷപ്പെട്ടെന്ന് യാതൊരു തെളിവുമില്ല. 2000 വർഷം കഴിഞ്ഞാൽ ഈ കുർബാന എങ്ങനെ തുടരും? അതിനർത്ഥം എന്താ? ഈ കുർബാന കൊണ്ട് അവൻ ഗതി പിടിച്ചിട്ടില്ല, അവൻ എവിടെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. നോ ഗ്യാരണ്ടി, നോ ആണ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ യാഗം അങ്ങനെയല്ല. അതൊരാണയോടുകൂടി ഉറപ്പിക്കപ്പെട്ടതാണ്. കാരണം ഒറ്റ യാഗമാണ്, അതിവിടെ തീർന്നു പരിപാടി. രണ്ടാമത് ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല. ദാറ്റ് മീൻസ് ബൈ വൺ സാക്രിഫൈസ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഓൾ ഹിസ് സെയിൻസ് ഫോർ ഓൾ ടൈം. ഓക്കെ. നമുക്ക് ഇതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എബ്രായ ലേഖനം 13:9 വായിക്കാം. 13:9. വിവിധവും അന്യവുമായ 13 എബ്രായ ലേഖനം 13:11. മഹാപുരോഹിതൻ മഹാപുരോഹിതൻ യാഗം കഴിക്കുന്ന കാര്യം കേട്ടോ പറയുന്നത്. മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയും. അപ്പൊ പാളയത്തിന് പുറത്ത് ഉടല്, രക്തം വിശുദ്ധ മന്ദിരത്തിൽ. 2 സ്ഥലത്താ അല്ലെ? ശരീരമുള്ളിടത്തല്ല രക്തം. ഓക്കെ, അടുത്ത വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം സഹിച്ചു. അപ്പൊ യേശുവിന്റെ ശരീരം എവിടെയാ കഷ്ടം അനുഭവിക്കുന്നത്? നഗരവാതിലിന് വെളിയിൽ. രക്തം എവിടെ അർപ്പിക്കുന്നത്? മൃഗത്തിന്റെ ശരീരം എവിടെയായിരുന്നു? പാളയത്തിന് പുറത്ത്. രക്തം എവിടെ അർപ്പിച്ചത്? വിശുദ്ധ മന്ദിരത്തിൽ. യേശുക്രിസ്തുവിന്റെ ശരീരം അതുപോലെ തന്നെ കഷ്ടം സഹിച്ചത് നഗരവാതിലിന് വെളിയിൽ. രക്തം എവിടെ അർപ്പിച്ചത്? യെരൂശലേം ദേവാലയത്തിലാണോ? അല്ല. അത് മനസ്സിലാവണമെങ്കിൽ എബ്രായ ലേഖനം 9:11 വായിക്കണം. വായിച്ചു. യേശുക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എവിടെ ഇത്? ഈ ലോകത്തിലല്ല, നമ്മൾ കാണുന്ന ലോകത്തിലല്ല, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുന്ന സ്ഥലത്തല്ല, നിത്യമായ ഒരു കൂടാരത്തിൽ തിരശീലയ്ക്കപ്പുറത്ത് അവൻ്റെ രക്തം ഇന്നും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് യാഗം കഴിഞ്ഞു പോയി എന്നല്ല, ആ രക്തം ഇന്നും ഫ്രഷായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ. കാരണം അത് നിത്യതയിലും നമ്മൾ സമയത്തിലുമാണ്. ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ കാറിലിങ്ങ് വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ച കാര്യമാണ്, ഇതേ സൂര്യൻ തന്നെയാണല്ലോ കേരളത്തിലുള്ളത് അല്ലേ? നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇതേ ചന്ദ്രൻ തന്നെ, ഇവിടെയുള്ള മൂൺ തന്നെ അവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാരണം എന്താ? അതങ്ങ് ദൂരത്തിലാണ്. അപ്പം നമ്മൾ എവിടെ നോക്കിയാൽ അതിനെ കാണാം. അതുപോലെ തന്നെയാണ് നിത്യതയിൽ അർപ്പിക്കപ്പെടുന്ന യാഗം, ആ രക്തം നമുക്കായി ഗുണകരമായി സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ആ ഒരൊറ്റ യാഗം നമുക്ക് മതി. അതിനർത്ഥം എന്താണ്? ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഹുക്ക്. വി ആർ നെവർ ലോസ്റ്റ്. വി ക്യാൻ ഗെറ്റ് ബാക്ക് ടു ദാറ്റ് ത്രോൺ ഓഫ് ഗ്രേസ് എനി ടൈം. കാരണം ആ രക്തം ഒരിക്കലും നമുക്ക് വേണ്ടി വേസ്റ്റായി പോകുന്നില്ല. ഇറ്റ് ഈസ് വൺസ് ഓഫേർഡ് ഫോർ അവർ റിഡംഷൻ. എബ്രായ ലേഖനം 10:14 എന്താ പറയുന്നത്? ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾ എത്ര ദൂരെയാണ് ഇന്നെന്ന് ചിന്തിച്ചാലും, എന്നെ ഇനി കർത്താവ് മൈൻഡൊന്നും തോന്നുന്നില്ല ബ്രദറെ, ഞാൻ വളരെ ദൂരെ ആയിപ്പോയി എന്ന് ചിന്തിച്ചാലും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ നോട്ടം ആ രക്തം ഇപ്പോഴും നിങ്ങൾക്കായി ഗുണകരമായി സംസാരിക്കുന്നു. ദുർമനസാക്ഷി കൊണ്ട് ദൂരെ പോകരുത്. നല്ല മനസാക്ഷിയോടെ പ്രത്യാശയെ മുറുകെ പിടിച്ച് അടുത്ത് വരിക. കാരണം ഈ ഹുക്ക് കർത്താവിൻ്റെ മഹാപൗരോഹിത്യത്തിലാണ് ഇരിക്കുന്ന. ആ പുരോഹിതൻ നമ്മളെ രക്ഷിക്കുവാൻ ശക്തനാണ്. രണ്ടാമത്തെ ഹുക്ക് എന്താണെന്നറിയാമോ? അത് മധ്യസ്ഥതയാണ്.
നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഇല്ല. ഷുവർ. പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? കിട്ടുമോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും കിട്ടില്ല. കാരണം എല്ലാവർക്കും പിതാവിൻ്റെ അടുത്തുള്ള ആക്സസ് ഒന്ന് തന്നെയാണ്. പുത്രൻ വഴിയേ ഉള്ളൂ ആക്സസ്. പ്രത്യേകിച്ച് പ്രാർത്ഥനാപരമുള്ള ആളുകളൊന്നും പുതിയ നിയമത്തിലില്ല. ഉണ്ടോ? കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥനാപരം എന്ന് പറഞ്ഞൊരു വരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുക ബ്രദറെ, നിങ്ങളെല്ലാം പോയി ജോലി ചെയ്തോ, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നതിന് ഒരേ ഗുണമാണ്. വിശ്വാസമില്ല? ശരി, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പറയാം, അപ്പ എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, സ്കൂളിലെ ഫീസ് അടയ്ക്കണം. അപ്പം അപ്പം പറയും, നീ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല, വേറൊരു മോനുണ്ടല്ലോ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറയുമോ? നിങ്ങളെന്താ മിണ്ടാത്തത്? ഒന്ന് മൂളിക്കോ? കുഴപ്പമില്ല, പറയൂല. കാരണം എന്താ? ഞാൻ ചെന്ന് അപ്പനോട് ചോദിക്കുന്ന അപ്പന് സന്തോഷം. അപ്പൊ എനിക്ക് മറ്റയാളുടെ കാര്യം പറയാം, മറ്റയാൾക്ക് എൻ്റെ കാര്യം പറയാം. അത് ഒന്നിച്ച ഇടിവിൽ നിന്നുണ്ടല്ല. പഴയ നിയമത്തിലാണെങ്കിൽ മോശ ഏലിയാവൊക്കെ ജനത്തിനും ദൈവത്തിനും മധ്യത്തിൽ ഇടിവിൽ നിൽക്കുക. ഇപ്പൊ അങ്ങനെ ഒരു ഇടിവില്ല. അത് കർത്താവ് കവർ ചെയ്തു. ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ ഇടിവിൽ നിൽക്കുവല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുക. അതിനെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ പ്രാർത്ഥനകൾ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനകളല്ല, ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനകളാണ്. ചിൽഡ്രൻ കമ്മിങ് ടുഗദർ ടു ദ ത്രോൺ ഓഫ് ദ ഫാദർ ആൻഡ് സീക്കിംഗ് ഹിസ് ബ്ലെസ്സിങ്സ്. അത് ഒന്നിച്ചുള്ള പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ളതുകൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കുമുള്ള അതേ പ്രിവിലേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് പുതിയ നിയമത്തിലെ പ്രത്യേകത. ഓക്കെ, ഇനി യേശുക്രിസ്തു പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ പലപ്പോഴും ആൾക്കാരോട് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയാം. എന്നോടൊരു 10,000-കണക്കിന് ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ആരൊക്കെയാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. സത്യമായിട്ട് ഓർമ്മയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ അങ്ങ് പ്രാർത്ഥിച്ചേക്കും. കാരണം ഇത് പിന്നെ നടക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയാ ഇത്. നമ്മളൊന്നും വേറെ ആൾ പ്രാർത്ഥിക്കുന്നു അത്ര ഉറപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടല്ലോ. അത് ഉറപ്പുള്ള പോലെ തോന്നില്ല. ഓക്കെ, അപ്പൊ യേശുക്രിസ്തു ചെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇവനെ രക്ഷിക്കണേ, ഇവന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്, ഇവൻ നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചാൽ പിതാവ് എന്ത് ചെയ്യും? പിതാവ് എന്നെ രക്ഷിക്കുവോ? പറ, രക്ഷിക്കുവോ? രക്ഷിച്ചില്ലെങ്കിൽ അതോ യേശുക്രിസ്തു മനുഷ്യർക്കും ദൈവത്തിനിടയിൽ ഒരു മധ്യസ്ഥനോ അല്ലെ? യേശുക്രിസ്തു പറയുന്നത് പിതാവ് അംഗീകരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവമോ അല്ലാതെ വരും. അപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തപേക്ഷിച്ചാലും എൻ്റെ പിതാവ് തരും. അപ്പൊ നിങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിനോട് പുത്രൻ അപേക്ഷിച്ചാൽ ദൈവം നിങ്ങളെ രക്ഷിക്കുവോ? യെസ് ഓർ നോ? കുക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടിയോ? പിടുത്തം കിട്ടിയോ? ഓക്കെ, എബ്രായർ 7:25 പറയുന്നു, താൻ മൂലം ദൈവത്തോടെടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പം ഈ പക്ഷപാതം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതായത് അത് എന്നേക്കും നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ പുത്രൻ എഴുന്നേറ്റെന്ന് പറയാണ്, ചെയ്സ് ഇവിടെ കാണണം. അപ്പൊ പിതാവ് എന്ത് പറയും? പറ്റില്ല എന്ന് പറയുമോ? പറയോ ഇല്ലയോ? പറ. ഒരു ഉറപ്പില്ലാത്ത പോലെ തോന്നുന്നു. ഓക്കെ, അപ്പൊ കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ലോകത്തൊന്നും കിട്ടിയില്ലെങ്കിലും, ഈ ലോകത്ത് ആൾക്കാരെന്നെ നിന്ദിച്ച് ഉപേക്ഷിച്ചാലും, ആരും എന്നെ തിരിഞ്ഞു നോക്കാനില്ലെങ്കിലും, സ്വർഗത്തിൽ എനിക്കൊരു വാസസ്ഥലമുണ്ട്. അത് എടുത്തു മാറ്റാൻ ദൂതർക്കും കൂടെ അസാധ്യം അല്ലെ? ആർക്കും അത് എടുത്തു മാറ്റാൻ സാധ്യമല്ല. കാരണം എന്താണ്? അത് പുത്രന്റെ വാഗ്ദത്തമാണ്. എബ്രഹാം വിശ്വസിച്ചതുപോലെ ഞാനും വിശ്വസിക്കുന്നു. എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്നേക്കുമുള്ളത്. അത് നമ്മളോട് പറയാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ആണ പുത്രന്റെ നാമത്തിൽ ദൈവം ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഈ ലോകത്ത് ഇത്ര ലക്ഷം ജനങ്ങളുണ്ട്, കോടി ജനങ്ങളുണ്ട്. ഇവർക്ക് വേണ്ടി എല്ലാം കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം സ്വർഗത്തിൽ പോണ്ടേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ സംശയങ്ങളൊന്നും തോന്നില്ല? ഇപ്പൊ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട്. 700 കോടി ജനങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവരെല്ലാവരും രക്ഷപ്പെട്ടു പോകേണ്ടതല്ലേ? അപ്പൊ കർത്താവ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? കർത്താവ് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്?
നമുക്ക് അതും കൂടെ നോക്കുമ്പോൾ ഏതാണ്ടൊരു വെളിവ് തലയ്ക്കകത്ത് വരും എന്ന് ഞാൻ ചിന്തിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കർത്താവ് അവസാനം പ്രാർത്ഥിച്ചത് ആർക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ആ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോവാണ്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടാൽ നിങ്ങൾ കൈ ഉയർത്തി സ്തോത്രം ചെയ്യണം. ഓക്കെ, അത് കണ്ടാൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ബൈബിൾ മാത്രമേ വായിക്കുള്ളൂ. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് കണ്ടാൽ, നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ പേര് അതിൽ കണ്ടാൽ നിങ്ങൾ കൈ പൊക്കി സ്തോത്രം ചെയ്യണം. ചെയ്യുമോ? ഞാനിങ്ങനെ വചനം പഠിപ്പിക്കുന്ന വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സ്തോത്രം ചെയ്ത് നിർബന്ധമൊന്നുമില്ല. ഉണർവ് പ്രസംഗർ വന്നാൽ മാത്രമല്ല സ്തോത്രം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ലിസ്റ്റ് വായിക്കാൻ പോവാണേ. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ കർത്താവ് ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളത് വായിക്കാൻ പോവാം. നിങ്ങളുടെ കയ്യിലെല്ലാം ഒരു പ്രാർത്ഥന ലിസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ലിസ്റ്റ് കേട്ടോ. 9-ാം വാക്യം, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഇത് ആരൊക്കെയുണ്ട്? ഈ അവരെ 11 ശിഷ്യന്മാരാ. അവർക്ക് വേണ്ടിയാ കർത്താവ് പറഞ്ഞു, നീ 11 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ അതിനകത്ത് പേരുകൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ശിഷ്യന്മാരുടെ പേര് കാണാതെ അറിയാമോ? ഇപ്പൊ 11 പേരുടെ പേരായി. നിങ്ങൾ കൈപൊക്കാറായിട്ടില്ല. പേര് കണ്ടോ അതിനകത്ത്? പത്രോസ് എന്ന പേരുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും, പക്ഷെ ഈ പത്രോസ് അല്ല, ആ പത്രോസ്. ഓക്കെ, ഇനി ആ ലിസ്റ്റിന്റെ ബാക്കി ആൾക്കാരെ കൂടെ നോക്കാം. 20-ാം വാക്യം വായിച്ചു. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. ഒറ്റ ആൾ പോലും കൈപൊക്കിയില്ല. പൊക്കിയോ? അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് ചേസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പിതാവിനോട് പറഞ്ഞായിരുന്നു. ഞാൻ അവന് വേണ്ടിയാണ് മരിക്കുന്നത്. അവനെ എനിക്ക് നീ തന്നിരിക്കുന്ന തേജസ് ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അവൻ വിശുദ്ധനാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവൻ ദുഷ്ടന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് എൻ്റെ പേരും കൂടെ അതിനകത്ത് വെച്ചു. ഞാനിതൊരു ചർച്ച പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ഒരമ്മച്ചി ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പിള്ളേർ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ആര് പ്രാർത്ഥിച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടത് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു തന്നെയാണ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് പാസ്റ്റർമാർ വിടാതെ എൻ്റെ പുറകെ നടന്നത്. അവൻ്റെ ആടുകൾ അവൻ്റെ. ഇപ്പൊ കുറച്ചു പേർക്ക് വിശ്വാസമായോ സ്വർഗത്തിൽ പോകുന്നു? ഈ സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസം. ഈ നമ്മൾ ആ നങ്കൂരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ നങ്കൂരം ക്യാപ്റ്റൻ വിചാരിക്കുകയാണ്, നങ്കൂരം അങ്ങനെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആരാ എന്താ ഒന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കപ്പലിന്റെ നങ്കൂരം വേറെ എങ്ങും ഇടുന്നില്ല, അത് ഈ കപ്പലിന്റെ കൊടിമരത്തിലേക്ക് തന്നെ ഇട്ടേക്കാം. അപ്പൊ ഇയാൾ നങ്കൂരം എങ്ങോട്ടിട്ടു? കപ്പലിന്റെ കൊടിമരത്തിലേക്ക് തന്നെ ഇട്ടു. കപ്പൽ എവിടെയെങ്കിലും നിൽക്കുവോ? പറ. നിങ്ങളൊന്ന് മൂളിയാ കുഴപ്പമില്ല, നിൽക്കില്ല അല്ലേ? കാരണം ആ നങ്കൂരം കൊണ്ട് ആ കപ്പലിന് ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് പ്രത്യാശ എന്ന നങ്കൂരത്തിന് സംഭവിച്ചിരിക്കുന്നതെന്നറിയോ? അത് നമ്മുടെ മേൽ തന്നെ ഇട്ടേക്കുന്നത്, വാഗ്ദത്തത്തിന്മേലല്ല. അപ്പൊ അതിനർത്ഥം നാളെ ഞാൻ നന്നായി തന്നെ രക്ഷപ്പെട്ട് ശരിയായി സ്വർഗ്ഗത്തിൽ പൊക്കോളാം. അപ്പൊ നങ്കൂരം എവിടെ കിടക്കുന്നത്? ഈ ജഡം നന്നാകും എന്ന എൻ്റെ തെറ്റായ ചിന്തയുടെ മേലാണ് ഞാൻ എൻ്റെ പ്രത്യാശയുടെ നങ്കൂരം ഇട്ടിരിക്കുന്നത്. എത്ര പേർ അങ്ങനെ ഇട്ടിട്ടുണ്ട്? വലിയ ഭൂരിപക്ഷം ജനങ്ങൾ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അതായത് ഞാൻ നന്നാവും ബ്രദറെ. സ്വർഗത്തിൽ പോവോ സിസ്റ്ററെ? ആർക്കറിയാം ബ്രദറെ, പോയാ പോയി എന്ന് പറയാം. എന്താ സിസ്റ്റർ അങ്ങനെ പറയുന്നേ? നന്നായിട്ടില്ല ബ്രദറെ. അപ്പൊ നന്നാവോ? ആർക്കറിയാം, നന്നാവുമായിരിക്കും. നന്നാവോ? ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി പുത്രനെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് എബ്രഹാമിനെ അവിടെ മുന്നേ നിർത്തിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഉറപ്പോടെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ സാത്താൻ പറയില്ല, നിന്നെ നോക്കിക്കേ, നീ ഒട്ടും നന്നായിട്ടില്ല. ഇത്രയും നാളായിട്ട് നിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ? ഇപ്പോഴും പിള്ളേരെടുത്ത് ദേഷ്യപ്പെടുന്നില്ലേ? ഇപ്പോഴും ഭർത്താവുമായിട്ട് ഉടക്കല്ലേ? അത് അപ്പം നമ്മൾ ശരിയാ, എന്നെ കൊണ്ടുപോകാൻ സാധ്യതയില്ല, ഞാൻ പോക്കാം. ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും, പക്ഷെ ഇത്രയും വലിയ പാപിയെ രക്ഷിക്കാൻ പറ്റില്ല.
വലിയ രോഗമൊക്കെ ഞാൻ തന്നെ ചികിത്സിച്ച് നന്നായി കഴിഞ്ഞാൽ ദൈവം കുഞ്ഞു രോഗങ്ങളെയൊക്കെ ചികിത്സിച്ച് എന്നെ കൊണ്ടുപോയിക്കോളും. എന്ത് മനോഹരമായ വിശ്വാസം! പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ രക്ഷയെ നമ്മൾ നിസാരവൽക്കരിക്കരുത്. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെ ഞാൻ എൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരുത്തും. വിശ്വസിച്ചവർക്കെല്ലാം കർത്താവിനെ സ്തോത്രം ചെയ്യാം. അത് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ആ വിശ്വാസം ഉണ്ടെങ്കിലേ ഈ ജീവനെ ഇവിടെ വെച്ച് കളയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ആ ലൈഫിൻ്റെ ഉറപ്പാണ്. ഈ ലൈഫിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. ഈ കഷ്ടങ്ങൾ സാരമില്ല എന്നൊരാൾ പറയുന്നത് എപ്പോഴാ? നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ. അത് ഓർത്താലേ ഉള്ളൂ, അല്ലെങ്കിൽ കഷ്ടം മഹാകഷ്ടമാണ്. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എന്തുകൊണ്ടാ? അവസാനം മീറ്റിംഗ് എല്ലാം കഴിയുമ്പം പാസ്റ്റർ പറയും, ആമേൻ കർത്താവാ യേശുവേ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എല്ലാവരും വരണമേ. ആരെ കൊണ്ടുപോകാൻ? ഒരുറപ്പുമില്ല. ഉറപ്പില്ലാതെ നമ്മൾ എങ്ങനെ കർത്താവിനെ നോക്കി നിലവിളിക്കും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഈ രക്ഷയുടെ ഉറപ്പാണ്. അഷുറൻസ് ഓഫ് സാൽവേഷൻ. വി ആർ സേവ്ഡ് ബൈ ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. ഇനി ഇതിന് ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം, നിർത്താൻ പോവാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നമ്മൾ ഒരിക്കലും ഇത് വായിച്ചതാണ്. 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പൊ ഒരു കാര്യം എനിക്കറിയാം, എന്നെ എന്തിനാ കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ രക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? അവിടെ എനിക്ക് എന്താ പണി? ഇതൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ എന്തായി തീരുമെന്നൊന്നും അറിയില്ല. സ്വർഗത്തിൽ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പോലെ ഒരു പാവിയെ ഇങ്ങനെ നേരെയാക്കി യേശുക്രിസ്തുവിനെ പോലെ ആക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു? എനിക്ക് ഒരു പിടിയില്ല. പക്ഷെ ആകെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ അവനെ അവനിരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശനാകുമെന്ന്. അപ്പൊ യേശു ക്രിസ്തുവിനെ പോലെ ഞാൻ രൂപാന്തരപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ പ്രത്യാശ വേണം. ഞാൻ ക്രിസ്തുവിനെ പോലെ ആകും. അതിനൊരു ഉദാഹരണം കൂടെ പറയാം. നങ്കൂരം നിങ്ങൾ മറന്നുപോലെ, ഈ നങ്കൂരം പോലുള്ളൊരു സാധനം പർവ്വതാരോഹകർ ഉപയോഗിക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? അത് പർവ്വതാരോഹകർ മുകളിലോട്ട് എറിഞ്ഞു പിടിപ്പിക്കുന്ന ഒരു കൊളുത്ത് ഇല്ലേ? അപ്പൊ അവരത് മുകളിലോട്ട് എറിയും. അപ്പൊ ഏതെങ്കിലും ഒരു കല്ലിനിടയിൽ അത് ഉടക്കും. നല്ല ബലം ഉണ്ടെങ്കിൽ അതേ തൂങ്ങി കയറും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ, ഈ നങ്കൂരം എറിഞ്ഞിട്ട് അതെങ്ങും ഉടക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ചാടുക എന്നുള്ളതല്ലാതെ മുകളിലോട്ട് കയറാൻ പറ്റുമോ? ഈ നങ്കൂരത്തിന് ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് ചാടുകയുള്ളൂ. ഒരിക്കലും മുകളിലോട്ട് പോകാൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് നമ്മൾ പോകുന്ന യാത്രയിൽ എപ്പോഴും ഈ പ്രത്യാശ എന്ന നങ്കൂരം ഉറപ്പിക്കപ്പെടണം. ഉയരത്തിൽ ഉറപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത പടിയുടെ വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ക്വാളിറ്റി ആയിരിക്കുന്നത്. കാരണം എഫെസ്യ ലേഖനം 1:17 പറയുന്നു, നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ. എബ്രായ ലേഖനം 4:4 പറയുന്നു, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. വിളിക്കകത്ത് തന്നെ എന്തുണ്ട്? ഈ പ്രത്യാശ വെച്ചിട്ടാണ് വിളിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഇവാഞ്ചലിസ്റ്റ് വന്നിരിക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ വയ്യ. അടുത്ത ചോദ്യം, ഇപ്പം മരിച്ച സ്വർഗത്തിൽ പോവോ? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം രക്ഷിക്കപ്പെട്ടാൽ ഈ വാഗ്ദത്തം അവൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ നശിച്ചു പോവുകയില്ല, കർത്താവ് വരുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ പറന്നു പോകുമെന്ന് വാഗ്ദത്തം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കെല്ലാം ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആ പാട്ട് എഴുതി വെച്ചത്. അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, അവരോട് വാക്ക് പറഞ്ഞ കർത്താവ് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. അതാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് ഞാൻ പറഞ്ഞത്. സഭയ്ക്ക് വേണ്ട അടിസ്ഥാന വേദപ്രമാണങ്ങൾ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ നമ്മൾ എടുത്താൽ യൂദായുടെ ലേഖനം തീരുന്ന എങ്ങനെയാണെന്നറിയോ? വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ
കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് ആ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ഹോപ്പാ ഇത്. നിന്നെ അവിടെ നിർത്താൻ കഴിവുള്ള ഒരുത്തനാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ വിട്ടിട്ട് ഇറങ്ങിക്കോ, മോഹങ്ങളെ വിട്ടിട്ട് ഇറങ്ങിക്കോ. കാരണം ഈ മോഹങ്ങൾക്ക് ഭംഗമുണ്ടാകും, മോഹഭംഗം. ആശയ്ക്ക് ഭംഗം ഉണ്ടാകും, ആശാഭംഗം. പക്ഷെ പ്രത്യാശാഭംഗം എന്നൊരു വാക്കില്ല. കാരണം മലയാളത്തിൽ പ്രത്യാശ എന്ന് പറഞ്ഞാൽ പ്രതി ആശ എന്നാണ്. അതായത് ആശയ്ക്കെതിരായ ആശ. അതിന് ഓപ്പോസിറ്റ് വാക്കില്ല. കാരണം അത് മനുഷ്യരിൽ ബേസ്ഡ് അല്ല, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതാണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന്? ഉണ്ടോ? അത് ദൈവം തരുന്നതാണ് ഉറപ്പ്. ഈ ഉറപ്പാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നത്. മകനായിരുന്ന ശേഷം ഞാൻ മകനാണോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ എന്തൊരു കഷ്ടമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. അവൻ നമുക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പെട്ടു എന്നുള്ളതിനാൽ നമ്മുടെ വാഗ്ദത്തം സ്ഥിരമായിരിക്കുന്നു. ആ മഹാപൗരോഹിത്യത്തിന്മേൽ ഈ ആണ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു മിനിറ്റ് ബാക്കിയുണ്ട്. ഉണ്ട്, ശരിക്കും ഉണ്ട്. നിങ്ങൾ നോക്കണ്ട ക്ലോക്കിലേക്ക്. ഉണ്ട്. ഈ ആണ ഇടാൻ കാരണം എന്നറിയോ? കർത്താവ് തന്നെ നമ്മളുടെ ആണ ഇടലെന്ന് പറഞ്ഞതാ. നിങ്ങളുടെ വാക്ക് ഊവെന്നും. അപ്പം ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാണ്, സഹോദരങ്ങളെ നിങ്ങൾക്ക് അറിയാമോ, ഇപ്പം ഹാളിന് വെളിയിൽ നല്ല മഴ പെയ്യുകയാണ്. വിശ്വസിച്ചോ? ഇല്ല. പക്ഷെ ഞാൻ അത്ര സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ പറയും മഴയൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും ചെയ്സ് പറഞ്ഞതല്ലേ, അവൻ സത്യം പറയുള്ളൂ, മഴ കാണുമായിരിക്കും. അപ്പം ഞാൻ ഊവെന്ന് പറഞ്ഞാൽ അത് ഊവായി. ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം നല്ല മഴ വെളിയിൽ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ പറയാണ് നല്ല മഴയാകട്ടെ വെളിയിൽ. അപ്പോൾ ഇവർ പറയും ചെയ്സ് പറഞ്ഞുകൊണ്ട് അത് ശരിയാവാൻ സാധ്യതയില്ല, കാരണം അവൻ്റെ വാക്കൊന്നും. അപ്പം അതിനർത്ഥം എന്താ? നമ്മൾ പറയുന്ന ആൾക്കാർ ഈസി ആയിട്ട് വിശ്വസിക്കുന്നത് നമ്മൾ നല്ല വാക്ക് ഊവെന്ന് മാത്രം പറയുന്നവരായതുകൊണ്ടാണ്. അപ്പൊ കർത്താവ് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കുമോ? അതാണ് ഈ മനുഷ്യന്റെ പ്രശ്നം. ഈ ഒരു കാര്യം മാത്രം കർത്താവ് പറഞ്ഞാലും വിശ്വാസമില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയോ? എങ്ങനെയെങ്കിലും ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അതാ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ആലോചന മാറാത്തതെന്ന് ഈ വിളിച്ചവന്മാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതേ ഭാഷ. തൻ്റെ വാഗ്ദത്തത്തിൻ്റെ അവകാശികളോട് പറയാണ്, മക്കളെ, എൻ്റെ ആലോചന മാറാത്തതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ആണയിട്ട് പറയുന്നു, ഈ നങ്കൂരം നിങ്ങളെ സ്വർഗത്തിൽ സ്ഥിരമായി ഇരുത്തിയിരിക്കുന്നു. എന്നാലും വിശ്വാസമില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ദൈവം തന്നെ ആണയിട്ട്. എന്തുകൊണ്ടാണ്? മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രക്ഷയുടെ കാര്യം. മനുഷ്യന് അവൻ്റെ ശക്തിയിലെ വിശ്വാസമുള്ളൂ, ദൈവത്തിൻ്റെ രക്ഷിക്കാനുള്ള ശക്തിയിൽ ശരിക്കും വിശ്വാസമില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും അവൻ്റെ ശക്തിയിലേക്ക് നോക്കുന്നത്. അങ്ങനെ നോക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് നോക്കാൻ വേണ്ടി ദൈവം ആണയിടുവാണ്. ഒന്ന് വിശ്വസിക്ക്, ഇതാ ഞാൻ ആണയിട്ട് പറയുന്നു, നിങ്ങൾ വഴി ഇല്ലാതായി പോവുകയില്ല. വാക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇവിടെ എത്തിച്ചോളാം. എന്നാലും എനിക്കറിയാൻ മേല, പോകുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൻ്റെ ധൈര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ ആ ഉറപ്പോടെ ജീവിക്കുവാൻ, ധൈര്യത്തോടെ ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി കർത്താവ് ഏത് സ്ഥലത്തൂടെ പോയാലും ഞങ്ങളുടെ ജീവനേക്കാൾ വലിയൊരു പ്രത്യാശ, ഞങ്ങളുടെ എല്ലാ ബുദ്ധിയുടെ അപ്പുറത്ത് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിന്മേൽ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സ്ഥിരമാക്കി തരണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മക്കളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അവിടുത്തെ കൃപയാൽ നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.